നമസ്തേ, നമസ്കാരം. നമസ്കാരം. ഇന്നലെ കണ്ട 2 വാർത്തകള് ഞാന് വളരെ അങ്ങനെ അധികം ചിന്തിക്കാനൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെ. വളരെ ചിന്തിപ്പിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ജോഡോ യാത്ര അവസാനിപ്പിച്ചു. അത് അവസാനിപ്പിച്ചത് താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചതാണെന്ന് അവര് പറയുന്നുണ്ട്. പക്ഷേ ജോഡോ യാത്ര അവസാനിപ്പിച്ച് കർഷകരെ കാണാൻ എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി മടങ്ങിപ്പോയേക്കാണ്. ഇതിനും വലിയ പെരുന്നാൾ വന്നിട്ട് ആരും പള്ളിയിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഗുജറാത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ജോഡോ യാത്ര ഈ തെക്ക് നിന്ന് വടക്കോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തൊന്നും പുള്ളി അങ്ങനെ അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു കാരണം ഉണ്ടാക്കിയിട്ട് കർഷക സമരത്തെ, കർഷകരെ കാണാൻ വേണ്ടി, കാണാനൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട്. അതാണ് ആദ്യത്തെ വിഷയം. രണ്ടാമത്തത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സോണിയാഗാന്ധി രാജ്യസഭയിലോട്ട് പോയ ഒരു വിഷയമാണ്. അപ്പോൾ ഈ 2 വാർത്തകളാണ് ഇന്നലത്തെ ഒരു പ്രധാന വാർത്തകളായിട്ട് നമുക്ക് തോന്നുന്നത്. ജോഡോ യാത്ര ആദ്യഘട്ടത്തിൽ ഈ മണിപ്പൂരിൽ നിന്ന് വന്നപ്പോൾ ഒരു ഓളം, ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടാക്കി. കാരണം തുടക്കമാണ്, മണിപ്പൂരിൽ സംഘർഷമുണ്ട്. പിന്നെ ആസാമിലെത്തിയപ്പോൾ അതിന് ഒരുപാട് എന്താ പറയുക തടസ്സങ്ങൾ ജോഡോ യാത്രയിൽ വന്നു. ഹേമന്ത് ശർമ്മ അവിടെ അത് പറഞ്ഞു. പിന്നെ ഒരു പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഇവർ ആസാമിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ പോകാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അത് അവിടെ സമ്മതിച്ചില്ല. അങ്ങനെ കേട്ട് ഒന്നുമില്ലെങ്കിലും വാർത്തകളിലുണ്ടായിരുന്നു. പിന്നെ ബംഗാളിലെത്തിയപ്പോൾ നേരെ തിരിഞ്ഞു. മമതാ ബാനർജി അങ്ങോട്ട് അടുപ്പിച്ചില്ല. പുള്ളിക്കാരി അവിടെ നിന്ന് ഓടിച്ചു വിടാനുള്ള ശ്രമം നടത്തി. കല്ലേറ് അങ്ങനെയൊക്കെ ഉണ്ടായി. പക്ഷെ അതിനുശേഷം പിന്നെ ഈ ഒരു യാത്രയെ പറ്റി ആരും സംസാരിക്കുന്ന പോലുമില്ല. ഇതിപ്പോൾ എവിടെ എത്തി എന്ന് നമുക്ക് പിടികിട്ടുന്നില്ല. യാത്ര അവിടെ നിന്നും ബീഹാറിലോട്ട് മെല്ലെ കയറിയായിരുന്നു. പിന്നെ വീണ്ടും താഴേക്ക് പശ്ചിമ ബംഗാളിലോട്ടും മാൾഡയിലോട്ടും ഒക്കെ വന്നു. അത് കഴിഞ്ഞ് ജാർഖണ്ഡ്, ഈ പറയുന്ന ഛത്തീസ്ഗഡ് ഭാഗത്തെത്തിയപ്പോൾ ഈ യാത്രയെപ്പറ്റി ആരും തന്നെ ഒന്നും സംസാരിക്കാത്തൊരു വിഷയവും അതൊരു അപ്രസക്തമായ യാത്രയായി തോന്നിയോ എന്നൊരു സംശയം രാഹുൽ ഗാന്ധിക്ക് തന്നെ ഉണ്ടായി. അപ്പോൾ ഇന്നലെ തന്നെ വാർത്ത വന്നതാണ്. ഞാൻ ആ വാർത്ത ജസ്റ്റ് ഹെഡിങ് വായിക്കാം. കോഴ്സ് കറക്ഷൻ ഫോർ കോൺഗ്രസ്, ഭാരത് ജോഡോ ന്യായ യാത്ര ടു ബി കട്ട് ഷോർട്ട് ബൈ 10 ദിവസം. അപ്പോൾ ഇത് ബോംബെയിലാണ് ഇതിൻ്റെ അവസാനം എന്ന് തോന്നുന്നു. ബോംബെ വരെ എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഒരു സംശയമുണ്ട്. അപ്പോൾ അത് ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ അതിനെ കാണുന്നത്. ഇപ്പോൾ തൽക്കാലം യാത്ര നിർത്തി വച്ചേക്കുകയാണ്. ഇനിയും 3-4 സംസ്ഥാനങ്ങളുണ്ട്. മഹാരാഷ്ട്രയിലോട്ട് കടന്നിട്ടില്ല, മധ്യപ്രദേശിലോട്ട് കടന്നിട്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കാനുണ്ട്. പക്ഷേ കർഷകരെ കാണാനെന്ന പേരിൽ ഇദ്ദേഹം ഇപ്പോൾ ഏതാണ്ട് നിർത്തിയേക്കുകയാണ്. ഇത് കോൺഗ്രസ് തോൽവി സമ്മതിച്ചതിന് തുല്യമാണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ വിക്കറ്റ് നിതീഷ് കുമാറിലോട്ട് പോയി. പിന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ യോഗങ്ങൾ നടക്കാത്തത് കാരണമാണ്, ഈ ക്വിറ്റ് ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ആരൊക്കെ ഇവരുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ മാസം മാസം യോഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടുമായിരുന്നെങ്കിൽ ഇവന്മാർക്ക് മനസ്സിലാവും ഇതാരൊക്കെയാണ് ഈ യോഗത്തിന് പോകുന്നവർ അല്ലാത്തതെന്നുള്ളത്. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യക്കിടയിൽ തന്നെ ഒരു കുറുമുന്നണിയുള്ള കാര്യം എല്ലാവർക്കും, ഇപ്പം ഞാൻ സമയം
നിങ്ങൾ എടുക്കുന്നില്ല. കാരണം പിണറായി അവിടെ ചെന്നിട്ടൊരു കുറുമുന്നണി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പോലും പറയുന്നുണ്ട്. കാരണം പിണറായി, കെജ്രിവാൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക കോക്കസ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കൊത്തിന്ത്യ സഖ്യത്തിൻ്റെ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ആളുകൾ തന്നെ ഈ പറഞ്ഞതുപോലെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് മാത്രമല്ല മമതാ ബാനർജി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു, നിങ്ങളൊരു 50 സീറ്റ് അല്ലെങ്കിൽ 40 സീറ്റ് പോലും കടക്കില്ല എന്ന് പറഞ്ഞു. കാരണം മമത എല്ലാവർക്കും അറിയാം, അവരൊരു എന്താ പറയുക, വെറുതെ പറയില്ല എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ അവരുടെ ലാസ്റ്റ് ഹെലികോപ്റ്റർ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിപ്പോയി. എങ്കിലും മമതാ ബാനർജി അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾക്കുള്ള കോൺഫിഡൻസ് വളരെ കുറഞ്ഞു. ജോഡോ യാത്ര ഇപ്പോൾ ഇതാ പകുതിക്ക് വെച്ച് നിർത്തി. കർഷകരെ കാണാനുള്ള വ്യാജേന ഇപ്പോൾ നിർത്തി വച്ചേക്കുകയാണ്. അപ്പോൾ കാലഘട്ടം ഒട്ടും സുഗമമല്ല. ഇവർക്ക് വലിയൊരു മിസ്റ്റേക്ക് ഈ രാമക്ഷേത്രത്തിൽ പറ്റി. രാമക്ഷേത്രത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഗമ കാണിച്ച് ഈ പറയുന്ന ലീഗുകാരെയൊക്കെ പേടിച്ച് പോണില്ല എന്ന് പറഞ്ഞ് അവസാനം ഇവർ സ്വന്തമായിട്ടൊരു ഒരു കുഴി തോണ്ടുകയാണ് ഉണ്ടായത്. ഉത്തർപ്രദേശിലെ നിയമസഭയിലെ കോൺഗ്രസ് MLA മാർ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ ഒരു സംസ്ഥാനത്ത് ഒരു നയവും മറ്റൊരു സംസ്ഥാനത്ത് മറ്റൊരു നയവും എന്നുള്ള പഴയ ഐഡിയ ഇപ്പോൾ വർക്കാവില്ല. അവിടെ ചെല്ലുന്ന ഫോട്ടോ എല്ലാം എത്തുന്നതാണ്. അപ്പോൾ ജോഡോ യാത്ര നിർത്തി എന്നുള്ള ആദ്യത്തെ വാർത്ത കഴിഞ്ഞ് രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് സോണിയാഗാന്ധി ഈ പറയുന്ന രാജ്യസഭയിലോട്ട് പോവുകയാണ്. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വാർ റൂം കേസിയുടെ ഒക്കെ ഒരു കാര്യമായ ഉപദേശമുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ വാർ റൂം കേസി കഴിഞ്ഞ് ഉപദേശിക്കാൻ ആളുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ വയനാട്ടിൽ വന്ന് മത്സരിച്ചില്ലെങ്കിൽ ലോക്സഭയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇത്ര നല്ലൊരു ലോക്സഭാ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിത് വെച്ചേക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ സെൻഗോലൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല 900-1000 കോടിയുടെ ബിൽഡിങ്ങുകളൊക്കെ വെച്ച് മുമ്പോൾ. അപ്പോൾ അവിടെ ഒരു പാസ് എടുത്ത് കയറുക എന്നൊക്കെ പറഞ്ഞാൽ മോശം കാര്യമാണ്. അപ്പോൾ അവിടെ ഒരു MP ആയിട്ടിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടാനുള്ളത് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് സംഭവിച്ചത് സത്യം പറഞ്ഞാൽ ഈ വയനാട്ടിൽ മത്സരിക്കണമെന്ന KC വേണുഗോപാലിൻ്റെ ബുദ്ധി കൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ പുള്ളി പുള്ളി പറഞ്ഞു കൊടുത്തു കാണും, വെറുതെ നിങ്ങൾ റായ്ബറേലിയിൽ മത്സരിക്കേണ്ട. അപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ ഉത്തർപ്രദേശിലെ ആകെ കൂടിയുള്ളൊരു MP ആണ് ഈ സോണിയാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല. ഇനിയിപ്പോൾ വല്ല രാഹുൽ ഗാന്ധി തന്നെയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി തന്നെയോ ഒക്കെ മത്സരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും സേനാനായകൻ തന്നെ പറയുവാണ്, ഞാൻ ഈ യുദ്ധം നടത്തുന്നില്ല, ഞാൻ അടുത്ത യുദ്ധത്തിൽ വന്നോളാം എന്ന് പറഞ്ഞ് മാറിപ്പോയതുപോലാണ് സത്യത്തിൽ രാജ്യസഭയിലോട്ട് പോയത്. രാജ്യസഭാ ഇലക്ഷനിൽ ചിലപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ലോക്സഭ കഴിഞ്ഞു വരുന്ന ഒരു രാജ്യസഭയിൽ ഇലക്ഷനിൽ ചിലപ്പോൾ മത്സരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അത് വേറെ കാര്യം. ഇത് മത്സരിച്ചില്ല എങ്കിൽ കൂടിയും കുഴപ്പമില്ല. പക്ഷേ രാജ്യസഭയിലോട്ട് പോകുന്നത് ഞാൻ സേഫ് സോണിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ യുദ്ധം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു കപ്പൽ വെള്ളത്തിലേ ഇറക്കാതെ കരയ്ക്ക് നങ്കൂരമിട്ട് ഇരിക്കുന്ന ഒരവസ്ഥയിലോട്ട് സോണിയാഗാന്ധി ഈ പറയുന്ന രാജ്യസഭയിൽ നോമിനേഷൻ ഫയൽ ചെയ്യാൻ വേണ്ടി പോയതിൻ്റെ ഫോട്ടോ നമ്മൾ കണ്ടു. മിക്കവാറും വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ 3 പേരെങ്ങാണ്ട് ജയിക്കും, 2 BJP-ക്കാരും 1 കോൺഗ്രസ്സുകാരും. അപ്പോൾ അത് തോൽവി സമ്മതിച്ചതിൻ്റെ ഏറ്റവും പ്രകടമായ 2 ഉദാഹരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇനി ഓരോ സഖ്യകക്ഷികളും ഇതിൽ നിന്നൊക്കെ വിട്ടു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവന്മാരൊന്നും കൂടെ നിൽക്കില്ല, ഇനി ആരും നിൽക്കില്ല. ഈ കമ്മികൾ തന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് ഈ കോൺഗ്രസ്സുകാരെ മുഴുവൻ തോൽപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തു നിന്നും ഇനിയിപ്പോൾ വല്ല സ്റ്റാലിനെങ്ങാണ്ട് ദയ കൊണ്ട് 1-2 സീറ്റൊക്കെ കൊടുത്താലായി. ആരും കൊടുക്കാനുള്ള സാധ്യത കാണുന്നില്ല. കോൺഗ്രസ് ഇപ്പോൾ വലിയൊരു തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുഃഖിക്കേണ്ട കാര്യമില്ല, അങ്ങനെ തന്നെ വേണം. ഇവന്മാരുടെ കയ്യിലിരിപ്പ് ഇങ്ങനെയാണ്. രാമക്ഷേത്രം അതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നവിടെ ചെല്ലാൻ പോലുള്ള സാമാന്യ മര്യാദ പോലും ഇവന്മാർ കാണിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഓർക്കണില്ലേ, എന്തെങ്കിലും ഒരു ചടങ്ങുകളൊക്കെ ഉണ്ടാക്കി എല്ലാ പാർട്ടിക്കാരും ഓടിച്ചെന്ന് അവിടെ ഞാനാണോ ഫ്രണ്ടി നീയാണോ ഫ്രണ്ടി എന്നുള്ളത് പറഞ്ഞ പോലെ എല്ലാ പാർട്ടിക്കാരും ഓടിച്ചെല്ലും. ഇവിടെ ലീഗുകാർ പോലും ഈ പറഞ്ഞതുപോലെ വിളിച്ചു കഴിഞ്ഞാലൊക്കെ പല പരിപാടികൾക്കും ക്ഷേത്ര പരിപാടികൾക്കൊക്കെ അകത്തോട്ട് കയറില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പറമ്പിലൊക്കെ ഇവരും അവിടെയൊക്കെ എത്തി ഒരു സാന്നിധ്യം കാണിക്കും. കാരണം നമ്മൾ എതിരല്ല എന്ന് കാണിക്കാനെങ്കിലും അവിടെ കാണിക്കും. ഇപ്പോൾ തന്നെ ഇപ്പോൾ ലൂർദ് പള്ളി അങ്ങനെ എന്ത് പ്രശ്നം ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ അവിടെ എത്തും. പക്ഷെ അതുപോലും ഈ കോൺഗ്രസ്സുകാർ എത്തിയില്ല. അപ്പോൾ അത് ഉത്തരേന്ത്യയിലാകെ ഒരു വികാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ എന്താ പറയുക, ഖത്തറിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നത് മറ്റൊരു ദേശീയ വികാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ പറയുന്ന നമ്മൾക്കിപ്പോൾ അത്ര വലിയൊരു ദേശീയ വികാരം ഈ പറയുന്ന ഒരു എന്താ പറയുക പട്ടാളക്കാരോട് അത്ര വലിയൊരു സ്നേഹം മലയാളികൾ അത്ര കാണിക്കുന്നില്ല. പക്ഷേ അങ്ങനെയല്ല, ഈ മുൻ നാവികർ കൊണ്ടാണ് ഇവർ ഈ പറയുന്ന ആളുകൾ. അപ്പോൾ അതൊക്കെ
പല പല കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഇന്ത്യയിലാകെ വികാരമാണ്. കോൺഗ്രസ് ജോഡോ യാത്ര നിർത്തി, സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല. അപ്പോൾ ഏതാണ്ട് ഇലക്ഷന് മുമ്പ് തന്നെ ഏതാണ്ട് തോൽവി സമ്മതിച്ചത് പോലെയാണ് കാണുന്നത്. പക്ഷേ അവിടെയാണ് പക്ഷേ ഉള്ളത്. നമ്മളൊരിക്കലും നമ്മളെന്നല്ല, ബി ജെ പി ഒരിക്കലും ഈ പറയുന്ന കോംപ്ലസൻ്റ് എന്ന വാക്കാണ് ഇവരെല്ലാവരും ഉപയോഗിക്കുന്നത്. കോംപ്ലസൻ്റ് ആവാൻ പാടില്ല, കോംപ്ലസൻ്റ് ആയി നിൽക്കരുത്. ഓരോ വോട്ടും പ്രാധാന്യമുള്ളതാണ്. ഓരോ മണ്ഡലത്തിലും ഞാൻ പലപ്പോഴും പറയുന്നതാണ്, ഓരോ മണ്ഡലത്തിലും മത്സരിക്കുന്നത് മോദിജിയാണെന്ന് നമുക്ക് ഓർമ്മ വേണം. ഇവിടെ നമ്മളൊരു ബട്ടൺ അമർത്തിയാൽ ഡൽഹിയിൽ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പെട്ടിയിലാണ് വോട്ടുകൾ ചെല്ലുന്നത് എന്നുള്ള ഒരു, അത് മാനസികമായിട്ട് നമ്മൾ സങ്കല്പിക്കണം. നമ്മൾ കൂടെയുള്ള ആളുകളോട് പറഞ്ഞ് സങ്കല്പിക്കാനായിട്ട് അവരെ തയ്യാറാക്കണം. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഈ ആളുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കോൺഗ്രസിൻ്റെ നല്ല സ്ഥാനാർത്ഥിയാണ്, അവന് കൊടുക്കാം. അല്ലെങ്കിൽ ഈ കമ്മികളിൽ ഇവൻ കുഴപ്പമില്ല, ഇവന് കൊടുക്കാം. ബി ജെ പിക്കാരനെ എനിക്ക് അറിയില്ല, ഇവൻ എങ്ങനെ കൊടുക്കും എന്നൊരു ചോദ്യം. അറിയില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ മുഖം മാത്രം നിങ്ങൾ നോക്കണ്ട. ആ മുഖത്ത് സത്യം പറഞ്ഞാൽ മോദിയെ നിങ്ങൾ പ്രതിഫലിക്കുന്നതായിട്ട് നിങ്ങൾ കാണണം. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എത്ര അപരിചിതനായ, ഒരിക്കലും കേൾക്കാത്ത ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും എം പി സ്ഥാനത്തോട്ട് മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തിൽ മോദിയെ പ്രതിഫലിക്കണം. മനസ്സിലായോ? അങ്ങനെ പ്രതിഫലിക്കുന്നതായിട്ട് നമ്മൾ, ഇപ്പം എനിക്ക് സങ്കല്പിക്കാൻ, ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് സങ്കല്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വന്തമായിട്ട് സങ്കല്പിക്കാൻ സാധിക്കും. നമ്മൾ കൺസിഡർ ASB എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിച്ചതുപോലെ, അതുപോലെ നമുക്ക് ഈ സ്ഥാനാർത്ഥികളെല്ലാം മോദി, കാരണം മോദിക്ക് ഈ ഇലക്ഷൻ കമ്മീഷന് ലിമിറ്റ് ഉള്ളത് കാരണം 2 മണ്ഡലത്തിൽ മാത്രമേ മത്സരിക്കാൻ സാധിക്കുള്ളൂ എങ്കിലും അദ്ദേഹമാണ് ഈ 543 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ പാർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പാർട്ടിയുടെ നേതാവ് ആരാണ് എന്ന് നോക്കണ്ട, മുഖം ആരാണ് എന്ന് നോക്കണ്ട, ഇദ്ദേഹം ഏത് രീതിയിലാണ് ഉള്ളത് എന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. എല്ലാം നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ നേതാക്കന്മാരുമാണ് മത്സരിക്കുന്നത് എന്ന് തന്നെ, എത്ര അപരിചിതനായ ബി ജെ പി സ്ഥാനാർത്ഥി ആയാൽ പോലും ഇദ്ദേഹമാണ് മത്സരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അങ്ങനെ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ യാതൊരു ചാൻസ് ഇല്ലാത്തൊരു മണ്ഡലത്തിൽ പോലും മോദി മത്സരിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓടിപ്പോയി വോട്ട് ചെയ്യില്ലേ? അതുപോലെ നമ്മൾ ഓടിപ്പോയി വോട്ട് ചെയ്യുന്ന തരത്തിലൊരു മാനസിക അവസ്ഥയിലോട്ട് നമ്മുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ഈ പറയുന്ന എന്താ പറയുക, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രാപ്തരാക്കാൻ, അവരെ അങ്ങനെ ചിന്തിക്കാൻ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതല നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. നമ്മൾ ശ്രമിക്കുന്നുണ്ട്, എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഇവിടെ ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഓക്കെ. അഞ്ചുപേരും അവിടെ ഇല്ലേ? രാമചന്ദ്രൻ ഉണ്ടോ? രാമചന്ദ്രൻ പറയൂ പറയൂ പറയൂ. അല്ല, എന്റെ സൗണ്ട് നല്ല എടുക്കുന്നത്. അല്ല, രാമചന്ദ്രൻ, സോണിയാഗാന്ധി ഏതപ്പം രാജ്യസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കണം? ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നു. രാജ്യസഭയ്ക്ക് മണ്ഡലമില്ലല്ലോ, ഇത് സംസ്ഥാനല്ലേ. അതല്ല, ഏത് സംസ്ഥാനത്ത് നിന്ന്? തെലങ്കാന എന്നല്ലോ ആണോ ഇനി പുറമെ? രാജസ്ഥാൻ രാജസ്ഥാൻ രാജസ്ഥാനില് രാജസ്ഥാനിൽ രാജസ്ഥാനിൽ ഇപ്പോഴത്തെ അവർക്ക് എത്ര സീറ്റ് കിട്ടും?
അല്ല, രാജസ്ഥാനിൽ പൊതുവെ എനിക്ക് തോന്നുന്നത് ഒരു 3 സീറ്റുകളാ വരാറുള്ളത്. ഭരിക്കുന്ന കക്ഷിക്ക് 2ഉം, പ്രതിപക്ഷത്തുള്ള ആൾക്ക് 1ഉം. എനിക്ക് കൃത്യമായൊരു ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, നമ്പർ കിട്ടുന്നില്ല. ഞാനത് പറയാൻ ആളല്ല. അതിപ്പോ ഒരു കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ വാർത്തകൾ കൂടുതൽ വരട്ടെ. ഇതിപ്പോ കൂടുതൽ വാർത്തകൾ വരുന്നില്ല. ഏതായാലും വിജയിക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും വിജയിക്കാൻ. അല്ല, മറ്റവൻ ജോഡോ നിർത്തി മറ്റേ ഡൽഹിയിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ്. തീർച്ചയായിട്ടും. അല്ല, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ഇപ്പൊ നമ്മള് നേരിട്ട് പോയിട്ട് പോലീസിന്റെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെ പോകേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോ വേണമെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ തങ്ങളുടെ സുഹൃത്ത് ഈ പറഞ്ഞ അനുചരന്മാരുണ്ടാവും, അവന്മാരെ വിട്ടാൽ മതി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ഉണ്ടാക്കും. പക്ഷെ അത് കുത്തിത്തിരിപ്പ് തീർച്ചയായിട്ടും, കുത്തിത്തിരിപ്പ് ഇപ്പൊ ഹൽദ്വാനിയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ അവിടെ ചെയ്യാം, അല്ലെങ്കിൽ UCC എന്ന് പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ നേരിട്ട് ചെല്ലുന്നത് കുറച്ചൊരു പ്രശ്നമാണ്. പക്ഷെ ഈ ജോഡോ യാത്ര അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. കാരണം ഇതിനേക്കാൾ മുമ്പ് ഓർക്കണില്ലേ, മറ്റേ ഗുജറാത്തിലെങ്ങാണ്ട് ഗുജറാത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത് 2022 നവംബർ സമയത്തായിരുന്നു. സെപ്റ്റംബർ മുതൽ ജനുവരി വരെ എങ്ങാണ്ടാണ്, ജനുവരിയാണോ ഡിസംബർ വരെ എങ്ങാണ്ടായിരുന്നു ജോഡോ യാത്ര. ഈ സെപ്റ്റംബറിലാണ് തൃശ്ശൂർ വഴി കേരളം വഴിയൊക്കെ കടന്നു പോയത്. കേരളത്തിൽ 17 ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഗുജറാത്ത് ഇലക്ഷൻ വന്നപ്പോൾ പുള്ളി അനങ്ങിയില്ല. ഇലക്ഷൻ അല്ലേ, അത് നടക്കും എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഇല്ലേ, ഒരു ദേശീയ പാർട്ടിയുടെ ഇതല്ലേ, അപ്പോൾ ഇലക്ഷന് പോവാതിരിക്കുന്ന പ്രചരണം നടത്താതെ അങ്ങനെ പറഞ്ഞുകൊണ്ട് 1-2 ദിവസം കണ്ട് ഒന്ന് അങ്ങോട്ട് പോയി ഒന്ന് മുഖം കാണിച്ച് ഇങ്ങോട്ട് വന്നു. പക്ഷെ ഇതിപ്പോ 10 ദിവസത്തേക്കാണ്ട് ജോഡോ യാത്ര, ഭാരത് ജോഡോ ന്യായ യാത്ര വെട്ടിക്കുറച്ചേക്കാണ്. ഇപ്പം യാത്ര തന്നെ ഉണ്ടാവുമോ എന്നിപ്പോ സംശയമാണ്. ഈ യാത്ര അങ്ങോട്ട് ഡൽഹി ബോംബെയിലോട്ടൊക്കെ ഇവര് വെച്ചിട്ടുണ്ട്. ബോംബെയിലൊക്കെ എങ്ങനെയാണാവോ ഇവര് ഈ പറഞ്ഞതുപോലെ ഒരു സമ്മേളനം നടത്താനും യാത്ര നടത്താനൊക്കെ പറ്റുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് സത്യത്തിൽ. ഇപ്പൊ വിമർശനം വരുമ്പോ ചിലപ്പോ തിരിച്ച് വന്നിട്ട് 1-2 ഇനിയിപ്പോ നടത്തില്ലല്ലോ, നടക്കണ പരിപാടി ഇല്ലല്ലോ. മറ്റേ ബസ്സിലൊക്കെ ആണല്ലോ, ബസ് ആ രീതിയിലും പിന്നെ വണ്ടിയിലൊക്കെ ആയിട്ടാണ് പുള്ളി പോകുന്നത്. കഴിഞ്ഞ തവണ ഫുൾ നടത്തായിരുന്നു. ഇന്ന് മറ്റേ ഈ ഇതുണ്ടെന്ന് തോന്നുന്നു അല്ലെ, ഈ കേരളവും കേന്ദ്രവും തമ്മിലുള്ളൊരു ചർച്ച ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ. എനിക്കൊന്ന് സുപ്രീം കോടതി ഒരു പണി കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നത്. കേരളം അവിടെ ചെന്നിട്ട് പുള്ളി അവിടെ കിടന്ന് വേർക്കുമോ അതോ തൊണ്ട വരളുമോ എന്നുള്ളത് കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പൊ തന്നെ ഇവന്മാരുടെ ഈ തള്ള് 57,000 കോടി എന്നുള്ള ഭയങ്കരമായ തള്ളായിരുന്നല്ലോ ഇത്രയും കാലം. ഭയങ്കര തള്ളായിരുന്നു. 57,000 കോടി, 57,000 കോടി എങ്ങനെ വന്നതെന്ന് തന്നെ ഇവന്മാർക്ക് അറിയാൻ പാടില്ല. അത് വളരെ പ്രഹസനമായ കണക്കാണെന്ന് ഇപ്പൊ എല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്. GST നഷ്ടപരിഹാരം 5 വർഷത്തേക്കാണ്. 2022 ജൂണിൽ തന്നെ കഴിഞ്ഞതാണ്. പിന്നെ എങ്ങനെ ഒരു വർഷത്തേക്ക് എങ്ങനെ അതാണ് കോവിഡ് അല്ലേ, അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കയ്യും കാര്യമൊക്കെ പിടിച്ചാണ്, അങ്ങനെയാണ് ഇവന്മാരുടെ 12,000 കോടി ആ വഴിക്ക് വരുന്നത്. കടമെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവന്മാരുടെ 20,000 കോടിയുടെ ഒരു കണക്കിട്ട് കൊടുത്തത്. ആ വരുമാനമല്ല, എന്തൊക്കെ ഇത് ഇങ്ങനെ പറയുള്ളൂ. പിന്നെ ഉള്ളത് ഈ മറ്റേ ഇതാണ്, എന്താണ് പോസ്റ്റ് ഡെവല്യൂഷൻ, മറ്റേ സാധനം എന്താ അതിന്റെ പേര്, അയ്യോ അത് മറന്നുപോയി, റവന്യൂ കമ്മി ഗ്രാന്റ് എന്ന് പറയുന്നത്. അതിപ്പോ എല്ലാ സംസ്ഥാനത്തിനും കിട്ടുന്ന ഒരു കേസുമല്ല. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയാ, ഓരോരോ അല്ല, നമ്പരുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. രാമൻ ചേട്ടാ, ഇതില് മറ്റേ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ആസാമിൽ പോയി പട്ടി ഷോ കാണിക്കാൻ നോക്കി. പക്ഷെ ഹിമന്ത പിടിച്ച് അകത്തിടുവന്നായപ്പോഴത്തേക്ക് അവിടെ നിന്ന് തീർച്ചയായിട്ടും അത് ആസാമിലെ എന്താ അതിന്റെ പേര്, ശങ്കർ ദേവ് അങ്ങനെ എന്തോ ഒരു ക്ഷേത്രത്തില് അതേ ദിവസം അതേ സമയത്ത് പുള്ളി കയറാൻ നോക്കി. അപ്പൊ പുള്ളി പറഞ്ഞു, നമ്പര് കയ്യിലിരിക്കട്ടെ മോനെ, നീ ഹേമന്ത് ശർമ്മ പറഞ്ഞു നമ്പര് വേല കയ്യിലിരിക്കട്ടെ. പുള്ളി ആ ഗുവാഹട്ടി ടൗണിലോട്ട് കയറാൻ സമ്മതിച്ചില്ല. നമ്മൾ വാർത്ത കണ്ടതല്ലേ. അത് ഈ ടൗണിലെ ബൈപ്പാസ് ഉണ്ടല്ലോ, അപ്പോൾ യാത്ര നടത്തുകയല്ലേ. യാത്ര എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ഈ പറഞ്ഞ നാഷണൽ പെർമിറ്റ് യാത്ര എന്ന് പറഞ്ഞാൽ നാഷണൽ പെർമിറ്റ് ലോറി പോണ വഴിക്ക്
വിട്ടോന്ന് പറഞ്ഞ് ഈ ബൈപ്പാസ് വഴി കടത്തി വിട്ടു. ടൗണിലോട്ട് കയറാൻ സമ്മതിച്ചില്ല. ടൗണിൽ കയറി അവിടെ ഒരു സമ്മേളനമൊക്കെ ഉണ്ടാക്കി അവിടെ നല്ലൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി നാട്ടുകാരെ ഒന്ന് ഒരു ഓളം ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. പുള്ളി പറഞ്ഞു സമ്മതിക്കില്ല, ഒരു രക്ഷയില്ല, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ബൈപ്പാസ് വഴി അങ്ങോട്ട് വിട്ടോ. ഇപ്പൊ കൊച്ചിയിൽ കയറാതെ മറ്റേ വൈറ്റില ബൈപ്പാസ് വഴി, അല്ലെങ്കിൽ ഇപ്പൊ തൃശ്ശൂർ ടൗണിൽ കയറാതെ ഈ എന്താ പറയാ പാലിയേക്കര ടോൾ ബൂത്ത് വഴി നിങ്ങൾ അങ്ങോട്ട് വിട്ടോ പാലക്കാടേക്ക് എന്ന് പറഞ്ഞതുപോലെ ആയി. ടൗണിനകത്തോട്ട് കയറാൻ സമ്മതിച്ചില്ല. അതാണ് രാമൻ ഈ ചേട്ടാ, പറയുന്ന. ഈ ഇപ്പൊ ആസാമിലൊക്കെ എൻ ഡി എ ഭരണമെന്ന് പറയാം, ഈ കുത്തിന്റെ സഖ്യത്തിലുള്ള മമതാ ബാനർജി അവിടെ കയറാൻ സമ്മതിച്ചില്ല. അവർക്കറിയാം അവിടെ കയറിയ പട്ടി. പിന്നെ അവിടെ കല്ലേറാണ്. അവിടെ അവിടെ കല്ലേറാണ് സംഭവിച്ചത്. ബംഗാളില് എനിക്ക് തോന്നുന്നു, ബംഗാളില് മറ്റേ ഏതാ സ്ഥലത്തിന്റെ പേര്, മാൾഡയോ, മാൾഡ, അല്ലെങ്കിൽ ആ ഭാഗത്ത് എത്തിയപ്പോ ഈ ബീഹാറും ബംഗാളും ഒരുപോലെയാണ്. ഈ ഹൈവേ പോകുന്നത് ഇടക്കൊന്ന് ബീഹാറിൽ കൂടെ കയറി വരും. കട്ടിഹാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, കത്തിഹാർ. അപ്പൊ കത്തിഹാർ വഴി അങ്ങോട്ട് ബീഹാറിലോട്ട് കയറി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ തന്നെ കല്ലേറ് തുടങ്ങി. പുള്ളിക്ക് ഏതാണ്ട് മനസ്സിലായി ഈ കുത്തിന്ത്യയില് തന്നെ മമതയുടെ പരിപാടി ഇതല്ലേ. ബംഗാളിൽ നിങ്ങൾ എനിക്കെതിരെ ഒന്നും ചെയ്യണ്ട, ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്നുള്ള പരിപാടിയാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസിനെ കുറിച്ച് എല്ലാ പ്രതിപക്ഷ നേതാക്കളും പറയുന്നതാണ്, ഞങ്ങളുടെ സംസ്ഥാനത്ത് വേണ്ട, നീ ബാക്കി എവിടെയെങ്കിലും പോയി എന്ത് വേണം ചെയ്തോ എന്നാണ് പറയുന്നത്. അതാണ് പ്രശ്നം. ഇവരെ ആരും അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് കുറെ നേരമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ ഇത് എന്താ അത് ചെയ്യേണ്ടതെന്ന് അത് തന്നെ ആലോചിക്കുകയായിരുന്നു. ചന്ദ്രചേട്ടൻ ലക്ഷ്മി ചേട്ടൊക്കെ താഴെ വന്നു, ഹാൻഡ് റൈസ് നോക്കാൻ പറ്റും. കയറിയിട്ടുണ്ടല്ലോ, പാനലുണ്ടല്ലോ, സ്പീക്കേഴ്സ് പാനലുണ്ടല്ലോ, ഫിക്സ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, കയറി വന്നു. ആ, ശരി, ശരി. എനിക്ക് കുറെ നേരമായിട്ട് കേൾക്കുന്നില്ല നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ. എനിക്ക് പിന്നെ ഞാനിത് പുറത്തു പോയി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളൊരു ഒരു പേടിയുള്ളതുകൊണ്ടാണ് പോകായിരുന്നത്. അപ്ഡേറ്റിന്റെ പ്രശ്നമാണോ? അറിയില്ല കേട്ടോ, മര്യാദയ്ക്ക് വർക്ക് ചെയ്തോണ്ടിരുന്നതാണ്. അതെല്ലാം ഇപ്പൊ ഈ പറഞ്ഞല്ലോ, മറ്റു റൂമുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കാണാൻ പറ്റുന്നില്ല. ആകെ മെനക്കേടായി സാധനമാണോ. എന്തായാലും കേരളത്തിലൊരു ഒരു മറ്റേ കോഴിക്കോട് ഒരു സ്കൂളിൽ കേസ് നടത്തി അറിഞ്ഞല്ലോ, അതിൽ എന്തോ ഭയങ്കര കുറ്റം ചെയ്ത പോലെ. അതിനെതിരെ അന്വേഷണവും റിപ്പോർട്ടും ആകെ ബഹളാണല്ലോ. ഒരു മാനേജ്മെന്റ് സ്കൂളില് ഗണപതി ഹോമം നടത്തിയതിന് അയാൾക്കെതിരെ കേസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ആ സ്കൂളുകാരെ അടിസ്ഥാനപരമായിട്ട് കോൺഗ്രസ് അനുഭവമുള്ള സ്കൂളുകാരാണെന്നാണ് പറയുന്നത്. എന്റെ പൊന്ന് ചന്ദ്രചേട്ടൻ, ഇത് പറഞ്ഞത് ശിവൻകുട്ടിയല്ലേ, നിങ്ങൾക്ക് അറിയില്ല അവന്റെ സ്വഭാവം. ഇത്രയും ഒരു കൂതറ റാസ്കല് വേറെ ഇല്ല, സത്യം. നിങ്ങളുടെ MLA ആണ്, ഇന്നലെ അല്ല, അവർക്കറിയാം. ഏഹ്. അല്ല, അത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് അയാള് കൂതറയാണോ ഉള്ളതെന്നുള്ളതല്ല പ്രശ്നം. അതായത് അയാൾക്ക് അത് പറയാനുള്ള അല്ലെങ്കിൽ ചെയ്യാനുള്ള ധൈര്യം വന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. നാളെ കേരളത്തിലെ ഒരു സ്കൂളില് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി കയറി വന്നിട്ട് UP-യിലെ ഈ പലയിടത്തും കാണുന്ന പോലെ പ്ലെയിനിലും റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലെ ഒരു കുട്ടി കയറി നിസ്കരിച്ചു കൊണ്ടിരിക്കട്ടെ, ആ കുട്ടിയെ പുറത്താക്കി. മിനിറ്റുകൾക്കുള്ളിൽ അവിടെ മുസ്ലിം സംഘടനയുടെ ആൾക്കാര് അല്ലെങ്കിൽ ഇവിടെ ആൾക്കാര് കൂടുകയും ആ പുറത്താക്കിയ അധ്യാപകർ സസ്പെൻഷൻ അപ്പം അടിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ കേരളത്തിലുള്ളത്. ആ കേരളത്തിലാണ് ഈ പറഞ്ഞ പോലെ ഗണപതി ഹോമം നടത്തിയത്. അതൊരു മാനേജ്മെന്റ് സ്കൂളില്, അതും ഈ പറഞ്ഞ പോലെ അവര് പിന്നെ എന്താ പറയാ, ക്ലാസ് ടൈമിലോ ആരെയും നിർബന്ധിച്ചോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തൊരവസ്ഥയാണ്, ഒന്നാലോചിച്ചു. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ അവരെ സപ്പോർട്ട് ചെയ്താൽ പോലും അവര് കോൺഗ്രസ് അനുഭാവികളായിട്ട് അവർ പറയും ഞങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളുടെ എനിക്ക് വേണ്ട, ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു എന്നുള്ള അതിന്റെ പ്രസ്താവന ഇറക്കി തീർന്നു. ഇതാണ് ഹിന്ദുക്കളുടെ കുഴപ്പമെന്ന് പറയുന്നത്. പിന്നെ എന്തായാലും അവർക്ക് മനസ്സിലായി കാണും, അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എതിർഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഈ സഖാപ്പികളോ സുഡാപ്പികളോ ആണെങ്കിൽ ഒരുത്തിനും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളത് കൃത്യമായിട്ടും അവർക്ക് ആ സ്കൂളിലെ മാനേജ്മെന്റിന് അവരുടെ കുടുംബത്തിന് മനസ്സിലായി കാണും. അത്രേ എനിക്ക് പറയാനുള്ളൂ. തിരിച്ചറിവുണ്ടാവട്ടെ, ഓരോരുത്തർക്കും തിരിച്ചറിവുണ്ടാവട്ടെ. ഗണപതി ഹോമം എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു നമ്പറിൽ കൂടുതൽ മുസ്ലിം സ്കൂൾ കുട്ടികളുണ്ടെങ്കിൽ മുസ്ലിം സ്കൂൾ എന്ന് വിളിക്കാൻ എന്താ പറയുന്നത്, അനുവദിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെ സ്കൂളുകളിൽ ജാതി പറയുന്നതിനോ അല്ലെങ്കിൽ മുസ്ലിം സ്കൂൾ എന്ന് പറയുന്നതിനോ ഒരു പ്രശ്നമില്ല. മാനേജ്മെന്റ് സ്കൂളുകൾ പോലും തൊട്ട്
സർക്കാർ സ്കൂളുകൾ വരെ ഗവൺമെന്റ് സ്കൂളുകൾ അല്ല മുസ്ലിം സ്കൂളുകൾ ഇവിടെ ഉണ്ട്. എന്താണ് ഈ മുസ്ലിം സ്കൂൾ? പക്ഷെ ഗണപതി ഹോമം നടത്തിയാൽ അന്വേഷണത്തിന് ഉത്തരവിടും, അറസ്റ്റ് നടക്കും, പല കാര്യങ്ങളും നടക്കും. മനസ്സിലായില്ലേ? അല്ല, ഇതൊക്കെ കേട്ടിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുകയും ഇതിനെയൊക്കെ മറ്റേ അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ശാബോധ ഞാൻ പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് മംഗലാപുരത്ത് ഒരു സ്കൂളില് ടീച്ചർ പറഞ്ഞു രാമായണവും മഹാഭാരതവും ഒക്കെ കെട്ടുകഥകളാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ നരേന്ദ്രമോദിയെ കുറിച്ച് കുറെ മോശമായിട്ടൊക്കെ കുട്ടികളോട് സംസാരിച്ചു. ഇത് കേൾക്കുമ്പോ ഒരു ശരാശരി ഹിന്ദു എന്താണ് ആദ്യം പറയാ? അല്ല, അത് അവര് പറഞ്ഞതില് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അതില് ചെറിയ ന്യായമൊക്കെ ഉണ്ട്. കാരണം അതില് ചരിത്ര സംഭവങ്ങളൊന്നും അല്ലല്ലോ. ഇതൊക്കെ പല കാലത്തെയും പിന്നെ കഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ളത് തന്നെയല്ലേ. അത് കഥയാണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ ഒരു ന്യായം, അതായത് നമ്മൾ മറ്റേ എന്താ പറയുന്നത്, ഒരു ബൗദ്ധികമായിട്ടൊരു അനാലിസിസ് അവിടെ ആണ്. ഇതേ സമയം ഖുറാനെ കുറിച്ച് അത് ശരിക്കും പറഞ്ഞാല് അറേബ്യയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ ഹാലൂസിനേഷൻ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാല് ഒരു മുസ്ലിമും പറയില്ല അത് അത് അങ്ങനെ ആയിക്കൂടെ എന്ന് എന്ന് ഒരാളും പറയില്ല. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോഴും നീതി, ന്യായം, സത്യം, ധർമ്മം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല ഇത് വെച്ച് അനലൈസ് എന്തുകൊണ്ടാ ചെയ്ത്. ചന്തു അങ്ങനെ നിങ്ങൾ എല്ലാവരും ഇതായി പോയിരിക്കുന്നത്? എനിക്കറിയാൻ മേലാണ്ട് വയ്ക്കും. എന്ന് വെച്ചാൽ മനസ്സിലായില്ല. ഒന്ന് ചോദ്യം ഒന്ന് അതായത് വ്യക്തമാക്കോ? ഞാൻ ഒരു 2 മിനിറ്റ് ടൈം പറഞ്ഞേ. അതായത് ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഈ പറയുന്ന എന്താണ് മതേതരത്വം, ഈ പറയുന്ന സാധനം ഹിന്ദുക്കളുടെ മാത്രം തലയിൽ മാത്രം വരുന്ന എന്തിനാ? നിങ്ങൾ എന്തിനാ ഈ സാധനം എടുത്ത് തലയിൽ വെക്കുന്നത്? എനിക്കതാണ് ഇതുവരെയായിട്ടും മനസ്സിലാവാത്തത്. ഒന്നാമത് ഈ സാധനം ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബാക്കിയുള്ളവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനെ വിമർശിക്കുന്നത് നമ്മൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു സംഖ്യച്ചാപ്പ തരുക. സംഖ്യച്ചാപ്പ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ പറയുന്നതിലൊന്നും യാതൊരു വാലിഡിറ്റി ഇല്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോ ഇത് ഞാനത് കുറെ കാലമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലാണേലും ഏതിനകത്താണേലും ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഹിന്ദുക്കള് കഷ്ടപ്പെട്ട് ഈ പറയുന്ന പോലെ മതേതരത്തെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ബാക്കിയുള്ളവർക്ക് അവനവന് തോന്നുന്ന ചെയ്യാം, അവനവന്റെ മതത്തിലെ കാര്യങ്ങൾ ചെയ്യാം. ഇതെല്ലാം അവർക്ക് ഇവിടെ ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷെ ഹിന്ദുക്കള് ഈ പറയുന്ന പോലെ അവരുടെ എന്തെങ്കിലും ഒരു മതചിഹ്നം എടുത്ത് കാണിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ അവര് ഒരു ഉത്സവം നടത്തുവാണെങ്കിലും വരെ ബാക്കിയുള്ളവർ വന്ന് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഈ ഓഡിറ്റ് ചെയ്യാനായിട്ട് നിന്ന് കൊടുക്കുന്നേ? എനിക്കതാണ് മനസ്സിലാവാത്തത്. ബാക്കിയുള്ള പൊട്ടന്മാർക്ക് അതൊന്നും ഈ ബോധം വരാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്യാൻ അവകാശം ഇല്ലെങ്കിൽ നിങ്ങളെ ഓഡിറ്റ് ചെയ്യാൻ വേറൊരാൾക്ക് അവകാശമില്ല. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ സാധനം ബാക്കിയുള്ളവരെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് നിങ്ങൾ വേറൊരാളെ ഓഡിറ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ അവരുടെ ഇപ്പൊ എന്താണ് ഹിന്ദുക്കൾക്ക് ഈ പറയുന്ന പോലെ ഓഡിറ്റിങ്ങിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരൊറ്റ മുസ്ലിം ഉണ്ടാവില്ല, ഇവിടെ ഒരൊറ്റ ക്രിസ്ത്യാനി ഉണ്ടാവില്ല. പക്ഷെ അതല്ലല്ലോ, ഇവര് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നില്ല. അവരെ എന്ത് വേണേലും കാണിച്ചോട്ടെ, അവരെ എന്ത് വേണേലും ചെയ്തോട്ടെ. അയ്യോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഹർട്ട് ആവുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ മിണ്ടാണ്ടിരിക്കുന്നത് എന്തിനാ? എനിക്ക് അത് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് അതോ ഈ ചുണയില്ലാത്ത കൊണ്ടാണോ? ഒറ്റ ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഓക്കെ, ആർക്കെങ്കിലും ഉത്തരം ഉണ്ടെ പറയാട്ടോ. സോറി ഞാൻ പറയുകയായിരുന്നു കേട്ടോ, മ്യൂട്ടായി പോയി. അല്ല, ഒരു കാലഘട്ടത്തില് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും അവരുടെ മതത്തിലെ എന്താ പറയാ പാളിച്ചകളും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കേരളത്തിലെങ്കിലും ചിന്തിച്ചിരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. കാരണം നിങ്ങൾ പിന്നെ നോവലുകളായാലും സാഹിത്യം മീൻസ് കഥകളായാലും കവിതകളായാലും സിനിമകളായാലും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടും വിമർശനങ്ങളും എല്ലാ മതത്തിൽപ്പെട്ടത് കേട്ടോ, ഇസ്ലാം മതത്തിൽപ്പെട്ടതിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മതങ്ങളെല്ലാം കൃത്യമായിട്ടും എസ്പെഷ്യലി ഇസ്ലാം മതം കൃത്യമായിട്ടും അവരുടെ അടുത്ത തലമുറയെ ഈ കൃത്യമായിട്ട് മതം പഠിപ്പിക്കുകയും ഈ മതവിമർശനത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചത്. പക്ഷെ ഈ ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ടവര് കൃത്യമായിട്ടും അവരുടെ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഫലത്തിൽ എന്ത് പറ്റി? ഹിന്ദുക്കൾക്ക് മാത്രം ഒരു വിശ്വാസമില്ലാതിരിക്കുക, അല്ലെങ്കിൽ ഒരു വിശ്വാസപരമായ ഒരു അടിത്തറ ഇല്ലാതിരിക്കുക, അവന്റെ ധർമ്മം എന്താണെന്ന് അവൻ അറിയാതിരിക്കുക, ഈ വിശാലം ഹിന്ദുമതം പ്രൊവൈഡ് ചെയ്യുന്ന വിശാലമായ കാഴ്ചപ്പാടിനെ ചൂഷണം ചെയ്തുകൊണ്ട് സെമറ്റിക് മതങ്ങൾ അതിനുള്ളിലേക്ക് കയറാൻ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറാനും അതിനുള്ളിൽ നിന്ന് ആൾക്കാരെ കൺവേർട്ട് ചെയ്യാനും ഉള്ളവരിൽ തന്നെ അവരുടെ വിശ്വാസം നശിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ഇതിലേക്ക് മാറി. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ജിത്തു ഉദാഹരണമായിട്ട് ജിത്തു കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ. ജിത്തുവിന്റെ മതത്തിലുള്ള അഭിമാനം അല്ലെങ്കിൽ ആത്മാഭിമാനം അല്ലെങ്കിൽ അതിന്റെ ഒരു അടിത്തറ ഇല്ലാതാക്കുന്നതിലൂടെ ചിലപ്പോൾ ജിത്തു മാറണം എന്നില്ല. പക്ഷേ
അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് വളർന്നു വരുന്ന ജിത്തുവിന്റെ കുട്ടികളെ വളരെ എളുപ്പത്തിൽ മതം മാറ്റാൻ കഴിയും. കാരണം അവർക്കൊന്നും ഒരാളല്ല, ഒരു വ്യക്തിയല്ല അവരുടെ പ്രശ്നം. അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഒരു 100 വർഷം കഴിയുമ്പോൾ ഇതൊരു ഇസ്ലാം മതരാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു അടിത്തറ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു വൈറസുകൾ ജിത്തുവിന്റെ കുടുംബത്തിൽ പാകി വെച്ചാൽ തന്നെ ദർ ടാസ്ക് ഈസ് ഓവർ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് മതം മാറ്റുന്നവർ വേറെ, ഈ ഈ മതപരമായിട്ടൊരു അടിത്തറയില്ലാതെ ഒരു റെസ്പെക്ട്, അവരുടെ വിശ്വാസങ്ങളോട് ഒരു കൂറും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ബഹുമാനവും ഇല്ലാതെ എന്താണെന്ന് മനസ്സിലാക്കാതെ കൃത്യമായിട്ടും വളരുന്ന പിന്നെ ഒരു ആത്മാഭിമാനം ഇല്ലാതെ വളരുന്ന ഒരാൾക്കാരുടെ അടുത്ത തലമുറ വളരെ സിമ്പിൾ ആയിട്ട് മതം മാറ്റാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ പറഞ്ഞ ചിലപ്പോൾ അവർ മതം മാറി കാണില്ല, പക്ഷെ അവർക്ക് മതപരമായിട്ട് യാതൊരു അടിത്തറയോ ഒന്നും ഉണ്ടാവില്ല. അവരുടെ കുട്ടികളെ കൃത്യമായിട്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഇപ്പൊ ശരിക്കും ഹിന്ദു സമൂഹത്തിൽ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം അപകടത്തിലാവും എന്നുള്ളൊരു പൊതുവായ തിരിച്ചറിവ് ഹിന്ദു സമൂഹത്തിലെ ഒരു വിഭാഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ജിഹാദികൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, കുറെ കൂടെ ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വേറൊരു കാര്യം പറയാം. നിങ്ങള് ഈ പറയുന്ന പോലെ ബാക്കിയുള്ള ആളുകൾ വന്ന് ഓഡിറ്റ് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കള് നിന്ന് കൊടുക്കരുത്. കാരണം ബാക്കിയുള്ളവരെ ഓഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശം ഇല്ലെങ്കിൽ നിങ്ങളും നിങ്ങളെ ഓഡിറ്റ് ചെയ്യാനും വേറെ ആർക്കും അവകാശമില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഹിന്ദുക്കൾ എപ്പോഴും ഒരു മെജോറിറ്റി ആയിട്ട് ജീവിച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എപ്പോഴാ എല്ലാവരും പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കഷ്ടപ്പെട്ട് കാത്തു സൂക്ഷിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ മതേതരത്വം എന്ന് പറയുന്ന സാധനം. ആ സാധനം എന്നും നിലനിൽക്കണ ഇവിടെ ഹിന്ദുക്കള് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ക്രിസ്ത്യൻസ് മെജോറിറ്റി ആണെങ്കിലും ചിലപ്പോൾ നടക്കുമായിരിക്കും കേട്ടോ. കാരണം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓൾമോസ്റ്റ് നമ്മൾ ഈ ക്രിസ്ത്യൻ കൺട്രികളെല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ എത്തിയസ്റ്റിക് വ്യൂ പോയിന്റ് ഉള്ള അല്ലെങ്കിൽ മതത്തിനോട് വലിയ അനുകമ്പ ഇല്ലാത്ത ടീമുകളായിട്ട് വളർന്നു വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഇന്ത്യയിലെ സിനാരിയോ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ ഹിന്ദുക്കളുടെ എണ്ണം കൂടി നിൽക്കുന്നത് തന്നെയാണ് ബാക്കിയുള്ളവർക്ക് എപ്പോഴും നല്ലത്. എനിക്ക് ഏറ്റവും നല്ലത്. ഞാൻ എന്റെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഈ കോഴിക്കോടുള്ള ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഈ ഏരിയയിൽ, കോഴിക്കോട് ഏരിയയിലുള്ള ആരെങ്കിലും ഈ റൂമിലുണ്ടോ? ഇപ്പൊ എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഈ ഗണപതി ഹോമത്തിന്റെ വിവാദം നടന്ന സ്കൂൾ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഏരിയയിലുള്ള സ്കൂളാണ്. എന്താണ് അതിന്റെ ജോഗ്രഫി? ഏരിയ സെക്രട്ടറി ആരാ? ഒരു മുസ്ലിമാണ്. അവൻ പറയുകയാണ് വിദ്യാരംഭം പോലുള്ള പരിഷ്കൃത സമൂഹത്തിന് നാണക്കേടുണ്ടാക്കുന്ന പരിപാടികളടക്കം നമ്മൾ ഉപേക്ഷിച്ചു എന്ന്. ആരാ പറയണത്? സ്വന്തം മകന്റെ അണ്ടി മുറിച്ചവൻ, സ്വന്തം മകളെ തട്ടമിട്ടുകൊണ്ട് നടത്തുന്നവൻ. ഇവനാണ് പറയുന്നത്. ഇവനാണ് പറയുന്നത്. അയാളെ ബ്ലെയിം ചെയ്തിട്ട് എന്താ കാര്യം? വൈ ആർ വി ബ്ലെയിമിങ് ദം? ഹിന്ദുക്കളില്ലേ അവിടെ? അവരെന്നെയല്ലേ പോയി വോട്ട് കൊടുക്കണം കിറ്റിന് വേണ്ടിയിട്ട്. വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് ബ്ലെയിമിങ് ദം? Anyway, I know you are talking about this, but the point is, ഇപ്പൊ അല്ല, 11 കഴിയുന്നത്രേ ഇതെല്ലാം എല്ലായിടത്തും എത്തിക്കണം. നമ്മൾ ഇത് നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഗ്രൂപ്പുകളിലും അയ്യോ, ഈ it കാര്യം has എത്തിക്കണം. already അങ്ങനെ ഒരു വിഷയം started. See, അശോക യൂണിവേഴ്സിറ്റിയില് ഒരു മലയാളി കുട്ടി, മനീഷ് നായർ എന്നാണ് അവന്റെ പേര്, അവൻ പറഞ്ഞു രാം മന്ദിർ ഉണ്ടാവാൻ പാടില്ലാന്ന്. അവനെ റൂം പാർട്ട്നേഴ്സ് ഇട്ട് നല്ലോണം ചതച്ച് വെളിയെ കൊണ്ടുവന്ന് ക്യാമ്പസിന് വെളിയിലാക്കി. ഓടി വന്ന് ടീച്ചർ അവനെ നോ യു കാൻ ത്രോ ഹിം ഔട്ട് എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. So you will come to a point where Malayali Hindus will be disowned by other Hindus, and if that trend comes in, then it will be a even more difficult thing. See, you will have a conscious split in the society where you will realize that, okay, this is, even though just with a Hindu name, like how we consider certain handles on Twitter and all, we know these just carry say a Hindu known surname like a Nair or whatever it is, but these are basically Abdul's children. Simple as that. അപ്പൊ ഇങ്ങനത്തെ കാറ്റഗറിയിൽ ആ ഹിന്ദുവിന്റെ ഐഡന്റിറ്റി ഇല്ലാണ്ടാവും. So it's actually I don't know why BJP is not milking it. You should straight away come out and establish it that either if you are associated with Sangh, then only you are Hindu. It's high time you come out with that, because others are so blatantly anti-Hindu. Look at Tamil Nadu. They released Pasha, who was responsible for almost 15 bomb blasts, which killed 58 people. ഇതിനേക്കാളും വലിയ ആന്റി ഹിന്ദു എന്താ ഉള്ളത്?
I don't know how many of you heard Sai Deepak, but I really enjoyed his speech. Angora, he's talking about cancer within Tamil Nadu, South, how it is creeping up. And he said, okay, Kerala already has its cancer. It will take time for that cancer to go. ഈ cancer എന്താണെന്ന് വെച്ചാ lot of people misunderstand it is pointing to a particular religion or a faith. No, it is not. It is pointing to the cancer within the Hindus, which a Hindu does not understand or respect his own identity. അവിടെയാണ് ആ ക്യാൻസർ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മെലിഗ്നൻസി എന്താണ്? മെലിഗ്നൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു സാധനം സ്വന്തം ടി സെൽസ് ഫൈറ്റ് ചെയ്യണത്, ഓ ഇത് ചീത്തയാണ്, എന്റെ ബോഡിക്ക് വേണ്ടി ചീത്തയാന്ന് പറഞ്ഞിട്ട് അത് കമ്പൈൻ ചെയ്ത് വന്ന് വന്ന് നിക്കണെയാണ്. സെയിം വേ ആണ് ഹിന്ദുയിസം ചീത്തയാണെന്ന് വിചാരിച്ച് ആ മെലിഗ്നൻസിയിൽ ഫൈറ്റ് ചെയ്ത് വന്ന് നിക്കണ ഈ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസിന്റെ ഹിന്ദുസ് അതേ സാധനല്ല അവര് ചെയ്യണത്, അല്ലാണ്ട് വേറൊന്നല്ലല്ലോ. So that is the difference. That is the key thing here. And I think it is important that people understand the threat what is there within a society. ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ എത്ര നാള് നമ്മൾ ഇത് കൊണ്ട് നടക്കും? How long are you going to put up with this aspect that for secularism you are going to let go of your identity? And that secularism is only applicable for Hindus. It is never applicable for others. Today in West Bengal, you have ladies coming out on the street, and there is nobody, absolutely nobody from either left or Congress even mentioning it that these ladies are suffering. ഇത് റസാക്കാസിന്റെ ടൈമോ അലാവുദ്ദീൻ ഖിൽജിയുടെ ടൈമോ ഒന്നല്ല. മോഡേൺ ടൈമിൽ when Modi is ruling the center, Modi went all the way to UAE to create a temple, to inaugurate a temple. There is Vande Mataram playing there. It was a remarkable thing. But in West Bengal, unfortunately, Modi is not able to protect his own women. He is trying his level best, but again, hands are tied. Why? Why do you think Modi is not able to do that? Everybody comes here and asks, oh, Modi Hindu Hriday Samrat hai, kyun nahi kar raha hai? Ek aadmi akela kya karega? Because the Bengalis Hindus who carry, because these are Dalits who are being tortured and killed and abused by the Muslim goons there. Chatterjees, Mukherjees don't care about that. They are Bhadralok Hindus who help TMC. That is the difference. That is applicable even in Kerala. Kerala still is divided to Nayars, Iravars, and all those things. They are least bothered about who is a Hindu. The day Nayars, Iravars disappear and Hindu appears in Kerala scenario, you will not have any mullah coming and checking on you. Otherwise, all your Nayar, Irava women are under threat. So, all the caste organizations need to dissolve, come under a common banner of Hindus. ഇവിടെ വന്ന് if these people come and say, oh, Bajrang Dal, VHP, ഇത് dangerous ആണ്. Hello, അവരുള്ള കാരണമാണ് നിങ്ങളുടെ protection. That is a front line. That is why others hate them. Congress partyക്ക് chance കിട്ടിക്കഴിഞ്ഞാൽ every Congress party member will cull you because he will get money. That is, they are so corrupt. Same is the case with CPIM. But they will forget that what will happen to them later on. Appa, this is something that all of us need to remember. നമ്മൾ ഇവിടെ വന്ന് എന്നും കംപ്ലൈന്റ് ചെയ്യും, ഓ ഹിന്ദുവിന്റെ അതാണ് ഇതാണ്. ബിക്കോസ് ഹിന്ദു ആയിട്ട് നമ്മൾ ആരും ഐഡന്റിഫൈ ചെയ്യണില്ല. അത് എത്ര നാൾ അങ്ങനെ കൊണ്ടു നടക്കും? I don't know why we come here, we complain, we keep on saying this, but again I see ഈ കേരള സൊസൈറ്റി ഈ ബംഗാൾ സൊസൈറ്റിയുടെ സിമിലാരിറ്റി കാണുമ്പോൾ എനിക്ക് തോന്നും, വാട്ട് ഹാവ് വി ലേൺ ഫ്രം കാശ്മീർ? നത്തിങ്. ഇത്ര ലിറ്ററേറ്റ് ആയിട്ട് ഇവർക്ക് വായിക്കാൻ പറ്റണില്ല. ദേ കാൻ റീഡ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരുടെ ലിറ്ററസിയുടെ കാര്യം എന്താണ്? Sorry, I buttoned because you guys were complaining about Kerala. I was like, what is the point behind this? അത് കാരണം. ഇവിടെ എനിക്ക് അതിനോട് ചെറിയ വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാല്
നമ്മൾ അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും, എനിക്ക് ഇന്ത്യയിലെ കാര്യം ഞാൻ പറയാൻ ആളല്ല, ബട്ട് കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ എനിക്കറിയില്ല കേട്ടോ, ബാക്കി കേരളത്തിലുള്ളവർ ആലോചിച്ച് നോക്കൂ. അതായത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു നായർ പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഈഴവ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉടൻ കേരളത്തിലെ ഈഴവര് മുഴുവൻ വാളും എടുത്തുകൊണ്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതിന്റെ കാരണം എന്ന് പറയുന്നത്, കേരളത്തിലെങ്കിലും, ഞാൻ പറഞ്ഞില്ല കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, കേരളത്തിലെ ഓരോ ഹിന്ദുവും ഒരു ഐലൻഡിലാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. അത് ഈ അണുകുടുംബങ്ങൾ ഉണ്ടായത് മുതൽ തുടങ്ങിയ ഒരു കാര്യമാണ്. അതായത് ഞാൻ, എന്റെ കാര്യം, എന്റെ കുടുംബം, എന്റെ ഫാമിലി എന്നുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ ഇവിടെ ഹിന്ദുസ്, കേരളത്തിലെങ്കിലും ഹിന്ദുസ് ലാക്ക് ചെയ്യുന്നത് കമ്മ്യൂണിറ്റി ഫീലിംഗ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ ഇല്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതാണ് ഹിന്ദു അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അത് കാസ്റ്റിസത്തിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. മേ ബി ബംഗാളിൽ ചിലപ്പോൾ അത് കറക്റ്റ് ആയിരിക്കാം കേട്ടോ. കാരണം ചിലപ്പോ കുറെ ആൾക്കാര് കൃത്യമായിട്ടും ഈ ജാതി രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ കേരളത്തിൽ ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, ഇപ്പം ഈഴവ കമ്മ്യൂണിറ്റി ആവട്ടെ, നായർ കമ്മ്യൂണിറ്റി ആവട്ടെ, വേറെ ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ആ സമുദായം മുഴുവൻ ഇറങ്ങുമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം പിന്നെ ബേസിക്കലി നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ ഐലൻഡിലാണ്, നമ്മുടെ ഒരു ഐലൻഡിലാണ്. കാരണം നമുക്കാരുമില്ല, നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളൊരു ബോധം അറിഞ്ഞോ അറിയാതെ എല്ലാ ഹിന്ദുവിന്റെയും മനസ്സിൽ. ഇവിടെ ശരിക്കും ഹിന്ദുവിന് ആവശ്യം എന്ന് പറയുന്നത് ആ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ആ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അത് കുട്ടികൾ തൊട്ടുള്ള എല്ലാവർക്കും കേട്ടോ. നിങ്ങളുടെ കുട്ടികൾക്കൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ കുട്ടികളിൽ എത്ര പേർക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉണ്ട്? ശരിക്കും പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ ഒരു ബിൽഡിംഗ്, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇല്ലെങ്കിൽ, നിങ്ങൾ ഇസ്ലാം മതത്തിലേക്ക് നോക്കൂ, മദ്രസകളിൽ നിന്ന് തുടങ്ങുന്ന കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. അവർ അടുത്തടുത്ത് കമ്മ്യൂണിറ്റി ലിവിംഗ് ഉണ്ട്. അതായത് അടുത്തടുത്തടുത്ത് വീട് വെച്ച് താമസിക്കുന്നത്. നമ്മളെന്താ ചെയ്യുക? കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ താമസിപ്പിക്കും. അവരിവിടെ നാട്ടിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ കൂടെ താമസിപ്പിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രൈവസിയും അവർക്ക് സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കി ഞങ്ങളിങ്ങനെ എന്താ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവർ ദൂരെ എവിടെയെങ്കിലും പോയി താമസിക്കും. ഇതല്ലേ സംഭവിക്കുന്നത്? ഞാൻ എപ്പോഴും എന്റെ ഫ്രണ്ട്സിൽ അറിയാവുന്നവരോട് പറയാറുണ്ട്, നിങ്ങളുടെ കുട്ടികളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു വീട് വെച്ചിട്ട് അവരെ അവിടെ താമസിപ്പിക്കും. സ്റ്റാർട്ടിങ് ഓൺവേഴ്സ്, വെരി ഫസ്റ്റ് ഡേ ഓൺവേഴ്സ്. ലെറ്റ് ദം ബിൽഡ് ദെയർ ഹൗസ്, ലെറ്റ് ദം ബിൽഡ് ദെയർ ലൈഫ്. നിങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായാൽ മതി. അല്ലാതെ നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കുകയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, അങ്ങനെയായി, ഇങ്ങനെ, ആ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല, ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, മൊത്തത്തിൽ ഒരു വഴക്കായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറുന്നു എന്നൊരു അവസ്ഥയുണ്ടാവും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ പണ്ടേ ഞാൻ പറയാറുള്ളതാണ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ മുതൽ ഈ ഒരു ഹിന്ദു സമൂഹത്തിൽ കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഓൺലൈനോ ഓഫ്ലൈനോ ആയിട്ട്, ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, ഈ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്, ഈ ക്ലബ് ഹൗസിൽ നമ്മൾ വന്ന് സംസാരിക്കുന്നു, നമ്മളൊന്നും കണ്ടിട്ട് പോലും ഇല്ലാത്ത എത്രയോ ആൾക്കാരുണ്ട്, ഇല്ലേ? ഇതില് നമുക്ക് പേര് പോലും അറിയില്ല. ഇവിടെ ഈ സംസാരിക്കുന്ന പേരുകൾ മാത്രമാണ് നമുക്ക് അറിയാവുന്നത്, അല്ലെ? അവരെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല. പിന്നെ സംസാരത്തിനിടയ്ക്ക് അവര് പുറത്ത് എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എൽമേഡ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് എനിക്കറിയാം. ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ എനിക്ക് പുള്ളിക്കാരുടെ പേര് പോലും അറിയില്ല. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ബട്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പൊ പുള്ളിക്കാരി ചുമക്കുന്നില്ല എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ചുമക്കാതെ സംസാരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതാണ് ഞാൻ പറയുന്ന കമ്മ്യൂണിറ്റി ബിൽഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോ, ഇത് നമ്മുടെ കുട്ടികളിലും ഉണ്ടാവണം. അത് എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു സ്ഥലത്ത് ഗ്യാദർ ചെയ്യുകയും കുറച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഫീൽ ഉണ്ടാവുന്നത്, അല്ലെ? ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾ എവിടെ ലോകത്ത് ഏതോ ഒരു സ്ഥലത്ത് ജീവിക്കുന്നവരാണ്, ഞാൻ വേറെ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്ക്, മേ ബി നമ്മുടെ തോട്ട്സ് ശരി ഒരുപോലെ ആയിരിക്കും, പക്ഷെ വി വിൽ നെവർ നോ ദാറ്റ്, അല്ലെ? അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് അത് 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 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ എനിക്ക് അറിയില്ല അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ കുട്ടികളിലെങ്കിലും ഈ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അത് നമ്മൾ എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. എനിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്കറിയാവുന്ന ഒരാൾ കുട്ടികളെ ഇസ്കോണിൽ കൊണ്ടുവന്നു. ഞാനപ്പോ ഒരു ദിവസം അവിടെ പോയപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളുടെയും സൗത്ത് ഇന്ത്യൻ ക്ഷേത്രങ്ങളുടെയും ഒരു ഡിഫറൻസ് എന്താണ് എന്ന് മനസ്സിലായത്. അവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഒരു സ്റ്റേജിൽ അവർ ഐഡൽസ് വെച്ചിട്ട് അവിടെ പൂജകളൊക്കെ നടത്തുന്നു. ആൾക്കാരെല്ലാം താഴെ ഇരിക്കുന്നു. ദേ ഹാവ് ഭജൻ, ദേ ഹാവ് ഫുഡ് ടുഗദർ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, പരിചയപ്പെടുന്നു, ഓരോരുത്തരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ സഹായിക്കുന്നു. ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇസ്കോണിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മുടെ ഈ സനാതന ധർമ്മത്തിന്റെ കാര്യത്തില് നമ്മൾ ശരിക്കും നമ്മുടെ തന്നെ ഗ്രൂപ്പുകൾ ഉണ്ട്, അതായത് കമ്മ്യൂണിറ്റി
ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് സർവൈവൽ ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെക്കുറിച്ച് ആലോചിക്കണം കേട്ടോ, തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുട്ടികൾക്കെങ്കിലും ആ ഒരു കാരണം ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികള് ഈ പുറത്ത് ജീവിക്കുന്ന പലരും കേട്ടോ വിചാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവര് വീട്ടിൽ ദോശ ഇഡലി ഉണ്ടാക്കുക, വീട്ടിൽ മലയാള സീരിയൽ കാണുക, വീട്ടിൽ മലയാളം സംസാരിക്കുക, ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കുട്ടികള് കറക്റ്റ് ഇന്ത്യക്കാരായിട്ട് അല്ലെങ്കിൽ മലയാളികളായിട്ട് ജീവിക്കും എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി NRIs എനിക്കറിയാം. നോ, അവരൊരിക്കലും അങ്ങനെ ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിതൊക്കെ കഴിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരിറങ്ങി പോകുന്ന ഒരു അമേരിക്കൻ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ്. അപ്പൊ ഒരിക്കലും ഇതുകൊണ്ട് മാത്രം അവര് ആ ചേഞ്ച് അവർക്ക് ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവരുടെ ഒരു കമ്മ്യൂണിറ്റി വേണം. അങ്ങനെ മലയാളം സംസാരിക്കുന്ന, ഇന്ത്യൻ ഭക്ഷണം കഴിക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ ചിന്തിക്കുന്ന ഒരു ആൾക്കാരുടെ ഗ്രൂപ്പ് ഉണ്ടായാൽ മാത്രമേ അവർ മലയാളികളായിട്ട് വളരുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ല, പക്ഷെ തീർച്ചയായിട്ടും അത് ആവശ്യമാണെന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു. ഞാൻ അധികം സംസാരിച്ചെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. രമ്യാജി, നമസ്തേ നമസ്തേ. ഞാൻ ഞാനൊരു ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ ചന്തുജി പറഞ്ഞതില്. രമ്യാജി, can you wait for a minute and then you can continue? ഇല്ല, സംസാരിച്ചോ. ആ, ചന്തുജി പറഞ്ഞ കാര്യം correct ആണ്. You see, but bottom line, there are scenarios where I have seen in the West itself where parents have brought up kids exclusively, thoroughly with dharmic point of view. അത് വീട്ടിൽ കൊടുത്തായിരുന്നു because they didn't have access to a community at that time. പക്ഷെ അവർ അങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ട് those children are still very much dharmic at heart. But yes, outside cultural values എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ core dharmic values അത് parents കൊടുക്കണുണ്ടാവും. അതില് ആ cultural aspect, because our culture is like that, ആ aspectഉം വരും. But they will appear just like outsiders, or they will appear to be just like say Canadians or Americans on the outside. എന്നുവെച്ചാ ആ ബ്ലെൻഡ് അങ്ങനെയാണ് ആയി വരിക. There is nothing you can do about it. But I don't think that is wrong, because not because I see them often. I feel that in അതില് ആ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വളർന്നവർക്ക് they understand the binary aspect of it, and they understand the goodness of Sanatan too. Adile. Whereas those who actually ape West within India, avarku goodness of Sanatan completely miss ആയി പോവാണ്. അവിടെയാണ് ആ ഡിഫറൻസ് വരുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സേയിങ്. എന്ന് പറഞ്ഞാൽ വെളിയിലിരിക്കുന്നവർക്ക് ഈ ബൈനറി കാണുമ്പോ, രണ്ട് ആസ്പെക്ടിന്റെ ബൈനറി കാണുമ്പോ, സൊസൈറ്റിയുടെ ബൈനറി കാണുമ്പോ അവർക്ക് മനസ്സിലാവും, ഓ ഹൗ ഗുഡ് ഈസ് ദാറ്റ് ഇന്ത്യൻ കൾച്ചറൽ എഥോസ്. ആ വാല്യൂസിന്റെ വാല്യൂ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. മേ ബി ടീനേജേഴ്സ് ടൈമിൽ ഇത്തിരി ഡിഫിക്കൽട്ടി ഉണ്ടാവും, ബിക്കോസ് ദാറ്റ് ഈസ് ഹാർമോണൽ, ദാറ്റ് വിൽ പാസ്. ബട്ട് ആസ് ദേ ഗ്രോ അപ്പ്, ദേ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദേ റെസ്പെക്ട് ദാറ്റ്. ഇന്ത്യയിൽ അതല്ല പറ്റണത്. ഇന്ത്യയിൽ ഈ ഏപ്പിംഗ് ഓഫ് ദ വെസ്റ്റ് വരുമ്പോ, ഓർ ഫോളോയിങ് ദറ്റ് ആങ്കർ ടുവേർഡ്സ് സനാതന വരുമ്പോ, ലൈക്ക് ഹൗ ദിസ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസീസ് ഹാവ്, ദറ്റ് ദേ ഡോണ്ട് റെസ്പെക്ട് ദാറ്റ് ആസ്പെക്ട് അറ്റ് ഓൾ. അപ്പൊ എന്ത് പറ്റും? പ്ലസ് പൊളിറ്റിക്സ് അതിൽ ഇൻവോൾവ് ആണ്. അപ്പൊ ഈ മൂന്നും കൂടി വരുമ്പോ ആ കോക്ടെയിൽ ഉണ്ടായി വരുന്നത് അത് കംപ്ലീറ്റ് ബ്രെയിൻ വാഷ് ആണ്. ആ ബ്രെയിൻ വാഷ് ഇസ് സോ ബാഡ്, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി എൻസ്ലേവിങ്. അവർക്ക് ഒരു ഐഡന്റിറ്റിയേ ഉണ്ടാവില്ല. എന്താണ് അവരുടെ ഐഡന്റിറ്റി എന്ന്, ബിക്കോസ് ദേ ജസ്റ്റ് ഹേറ്റ് വാട്ട് ദേ ആർ ആൻഡ് ദേ ഡോണ്ട് നോ വാട്ട് ടു ഫോളോ. ദാറ്റ് ഈസ് ബാഡ്. ഇത് സ്ട്രൈറ്റ് ഓപ്പോസിറ്റ് ആണ്. ദേ ആർ പ്രൗഡ് ഓഫ് ദെയർ ആൻസെസ്ട്രി, ദേ നോ വാട്ട് ടു ഫോളോ, സോ ദേ നോ വാട്ട് എക്സാക്ട്ലി ടു ഗോ ത്രൂ. ആ ഒരു ഡിസ്റ്റിങ്ഷൻ എനിക്ക് ഐ ഫീൽ ദാറ്റ് ഇസ് ദെയർ വിതിൻ ദിസ്, സ്പെഷ്യലി present generation kids, the present generation which has come say around some 20-30 years back, who have come and who are raising that generation, they have this thing that has come up. And I think that you will see in the diaspora also across the globe within the Indian community. ആ ഒരു oneness വരുന്നുണ്ട്, and that is bringing it together. Any temples you go, say whether it is Bab's temple in
Ontario or anywhere. Ipa Abu Dhabi വരെയുള്ള Babs temples, you have Panchaloha of Lord Ayyappa. That is why, because the majority of the crowd there is Kerala crowd. So, like how you have North American temples, certain spots which is considered to be Shabrimala, same way now Abu Dhabi will become a mini Shabrimala. You see, where 41 days people will keep fast and go there. What will happen? This will not only have Keralites go there. This will also have Tamilians, Andhrites. This will also have Gujaratis. This will have entire diaspora of Indians going there. Slowly, slowly, it will rub on to others also, because they will also feel that, oh, this is something which is good. This is detoxing. You can put it in different language, right? You can say it is 41 days of detox, where you don't drink, you don't eat meat, you don't do anything. It is complete detoxing. You just focus on God, and then you go and pray. And Hinduism is so vast and so beautiful and so diverse, it is never restricting anybody from any other religion to come. So, but yeah, you can't go to Guruvayur temple, but you can certainly go to a modification of or a mini Guruvayur temple established somewhere else. But it is the same Guruvayurappan. That's the same way how the Pran Pratishtha is done. So that is the beauty, what I see. I mean, എനിക്ക് ഇന്ന് വളരെ സന്തോഷം തോന്നി when Prime Minister Modi did that, because ഈ നമ്മുടെ നാട്ടിൽ നിന്ന് അബ്ദുൾസ് കെ ബच्चे जो रोते हैं, അലാവുദ്ദീൻ ഖിൽജിയുടെ കുട്ടികൾ കരഞ്ഞോണ്ടിരിക്കുക, വന്ദേ മാത്രം പറയാൻ പറ്റില്ല, വന്ദേ മാത്രത്തിൽ മാത്രം ഉണ്ട്, അമ്മേനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അബുദാബി they were playing that song. He is going and inaugurating a temple. There is a Bharat Mart which has come up. Bharat Mart, okay, not even India Mart, Bharat Mart which has come up. എന്നിട്ടാണ് ഇവർ ഇവിടെ ഇരുന്ന് കരയണത്. So this is why we say Modi hai to mumkin hai and we need to give him 500. That's all. Go ahead, Ramya ji. നമസ്തേ. എല്ലാവർക്കും ശുഭദിനം. നല്ലൊരു ഇമേജ് ആക്സിഡന്റ് ഒക്കെ ശുഭദിനം. കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? ബെറ്റർ? ഫീലിംഗ് ബെറ്റർ? വേദനയാണ് എനിക്ക്. നടുവിന് നല്ല വേദനയാണ്. ഫുൾ എന്താ ബെഡ് റെസ്റ്റ് ആണ്. Oh, I'm sorry. എഴുന്നേൽക്കാൻ What happened? ആക്സിഡന്റ്, ഒരു കാർ ഹിറ്റ് ഇടിച്ചു. നിങ്ങളുടെ മേത്ത് വന്ന് തലയ്ക്ക്. ഇടിച്ചോ? എന്റെ സ്കൂട്ടറിലാണ് വന്ന് ഹിറ്റ് ചെയ്തത്. പക്ഷെ സ്കൂട്ടറൊക്കെ തെറിച്ചിട്ട് പോയി, തെറിച്ചങ്ങ് പോയി. ഞാന് എന്താ റോഡിലേക്ക് മറിഞ്ഞു വീണ്. അങ്ങനെ കുറച്ചൊരു ഇച്ചിരി പ്രശ്നം. പക്ഷെ എനിക്ക് മേല് ദേഹത്തെങ്ങും വൂൺസോ അങ്ങനെയൊന്നും ബ്ലീഡിങ്ങോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്റെ നടുവിനൊരു ഇച്ചിരി പ്രശ്നമുണ്ട്. ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട്. അതൊരു അലൈൻമെന്റിന് വ്യത്യാസമുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ. ഹെൽമെറ്റ് ഉണ്ടായിരുന്നോണ്ട് തലയ്ക്കൊന്നും സംഭവിച്ചില്ല. ഹെൽമെറ്റ് ഇല്ലായിരുന്നെങ്കിൽ മേ ബി ഇന്നലെ തന്നെ എല്ലാം കഴിഞ്ഞേനെ. അതുപോലെയാണ്. ഒരു ഭയങ്കര ഒരു സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞ. ഒരു വല്ലാത്തൊരു എന്താ പറയുന്നെ, രക്ഷപ്പെടിയില്ല വേണമെങ്കിൽ പറയാം. ഒരു രണ്ടാമത്തെ ജന്മം എന്ന് വേണമെങ്കിൽ പറയുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. Oh my God, പിന്നെ I'm so അതിന്റെ sorry to hear. ഞാൻ ഇന്നലെ ഇവിടെ പറഞ്ഞിരുന്നു. മാം ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എങ്കിലും ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇല്ല, ഇന്നലെ അങ്ങനെ എനിക്ക് ഒരു വരാൻ പറ്റിയില്ലായിരുന്നു. Sorry. Oh, I അതെയോ? hope you recover. ഓക്കെ. അതിങ്ങനെ പോകുന്നു ഇനിയും ആ ഒരു സംഭവം. പക്ഷേ ഇവിടെ സംസാരിച്ചത് നമ്മുടെ കുറ്റ്യാടി സ്കൂളിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അല്ലേ? ഞാൻ ആദ്യം ഒന്നും കേട്ടില്ല. കുറ്റ്യാടി നെടുമൺ LP അതെ സ്കൂളില് അതെ, അത് തന്നെയാണ്. ആ അവരുടെ പുതിയ ബിൽഡിങ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗണപതി ഹോമം നടത്തി. ഗണപതി ഹോമം നടത്തുമ്പോൾ ഈ ഗണപതി ഹോമം ഇപ്പൊ ഫുള്ളായിട്ട്, അതായത് പൂജ എന്ന് പറയുന്ന സംഗതികൾ മുഴുവനും RSSന് എഴുതി പതിപ്പിച്ച് തന്ന അല്ലെങ്കിൽ കൊടുത്ത ഒരു പ്രതീതിയാണ് കേരളത്തിൽ എന്നാണ് തോന്നുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു എവിടെയാണ് ഒരു നമ്മുടെ മന്ത്രിമാര് പങ്കെടുത്ത ഒരു കുദാശ, മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ ചുങ്കത്തറ കെട്ടിട സമുച്ചയ കുദാശയും ഉദ്ഘാടനവും മെയ് 30-നാണ് ആയിരുന്നു. 2022-ലാണ് മെയ് 30-ന് ആ ഒരു സംഭവം നടന്നു. ഇതിൽ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനീയനായ ശ്രീ സജി ചെറിയാനും വിശിഷ്ട അതിഥിയായിട്ടിരുന്നത് ശ്രീ PV അൻവറുമായിരുന്നു. ഒന്നാലോചിച്ചോണം. ഇവിടെയാണ് ഇവരുടെ ആ ഒരു രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്.
അപ്പം ക്രിസ്ത്യൻസിന് അവരുടെ സ്കൂളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടങ്ങളിൽ വെഞ്ചരിപ്പ് അല്ലെങ്കിൽ ഇതുപോലെ കുദാശകൾ നടത്താം. അത് അവരുടെ തികച്ചും മതപരമായ ഒരു ആചാരമാണ്. ഇതേ സെയിം മുസ്ലിംസും ചെയ്യാറുണ്ട്. അവരുടെ കെട്ടിടങ്ങളോ സ്കൂളുകളോ ഒക്കെ ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ. ഇതൊക്കെ നടത്താൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ അവരവരുടെ സ്വന്തം പ്രോപ്പർട്ടിയിൽ അവരുടെ ഓൺ ഫണ്ട് കൊണ്ട് ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അവിടെ പൊതുവിദ്യാഭ്യാസമാണ്, പൊതുവിദ്യാലയമാണ്. അവിടെ ഹൈന്ദവീയമായ പൂജകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു വരുന്ന റാഷിദ് എന്നാണ് അയാളുടെ പേര്, അവിടുത്തെ സെക്രട്ടറിയുടെ. അയാൾ ഉൾപ്പെടെ ഉള്ളവർ വന്ന് CPM-ന്റെ ആൾക്കാർ വന്ന് ഇതിനെ തടയുന്ന ഒരു ഘട്ടം. കേരളം, എനിക്ക് ചോദിക്കാനുള്ള ഒന്നാണ്, കേരളം എന്ന് പറയുന്നത് ഫുള്ളി ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയി മാറിയിട്ടുണ്ടോ? കേരളത്തിന്റെ മതം പ്രത്യേകിച്ച് ഇസ്ലാം ആക്കി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ എന്തായാലും ഈ കേരള ഗവൺമെന്റ് ഇറക്കുന്നത് നന്നായിരിക്കുമെന്നാണ് പറയാനുള്ളത്. ക്ഷേത്രങ്ങൾക്കെതിരെ പ്രശ്നങ്ങള്, ഹൈന്ദവർക്കെതിരെ പ്രശ്നങ്ങൾ, ഹൈന്ദവ ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ പൂജകൾ നടത്തിയാൽ പ്രശ്നങ്ങൾ. ഇതെവിടേക്കാണ് ഈ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നത്? മതേതരത്വം എന്ന് പറയുന്നത് മതനിരപേക്ഷത അല്ലെങ്കിൽ നമ്മുടെ മതങ്ങളെയെല്ലാം ഒരുമിച്ച് ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നതിൽ നിന്നുപരിയായിട്ട് ഇവിടുത്തെ മതേതരത്വം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹൈന്ദവരെ, ഹിന്ദുത്വത്തെ, ഹിന്ദു ധർമ്മങ്ങളെ, ഹിന്ദു ആചാരങ്ങളെ, ഹിന്ദു അനുഷ്ഠാനങ്ങളെ, ഹിന്ദു പൂജകളെ, ഹിന്ദു ക്ഷേത്രങ്ങളെ ഒക്കെ എന്താ പറയുന്നത്, അതിനെയൊക്കെ കൃത്യമായി കടന്നാക്രമിക്കുക എന്ന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. അപ്പൊ ഈ ഘട്ടം പണ്ട് നമ്മൾ കണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുസ്ഥാനിൽ കണ്ടിരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ മുഗളന്മാരുടെയും ടിപ്പുവിന്റെയും ഒക്കെ ആക്രമണ കാലഘട്ടങ്ങളിൽ ഈ ഒരു സംഗതി കൃത്യമായി ഇവിടെ അരങ്ങേറിയിരുന്നു. അത് ആവർത്തിക്കപ്പെടുകയാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എങ്ങനെയാണ് ഈ സമൂഹം മതത്തിനെ കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു കൂട്ടർക്ക് മാത്രമേ ഇവിടെ ജീവിച്ചാൽ മതിയോ? ഒരു കൂട്ടർക്ക് മാത്രമേ ഇവിടുത്തെ കാര്യങ്ങൾ അനുഷ്ഠിച്ചാൽ മതിയാകുമോ? അപ്പൊ ഈ ഹിന്ദുക്കളെ ഒരു വിഭാഗത്തിന് ഇവര് RSS എന്ന പേര് പറഞ്ഞ് ഇവര് കൃത്യമായി നേരിടുമ്പോൾ ശരിക്കും RSS എന്ന സംഘടന അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ ആണോ ഇവര് എന്നും എയിം ചെയ്തിരുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. RSS എന്ന് പറയുന്ന സംഘടന ശരിക്കും ഇന്ത്യ മഹാരാജ്യത്ത് എന്നല്ല, ഈ ലോകത്ത് എവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അടിച്ചേൽപ്പിക്കപ്പെട്ട ചില പ്രശ്നങ്ങളിൽ കൂടി അവരെ അന്നും ഇന്നും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് നമ്മൾ കാണേണ്ടത്. അതിന് പ്രധാന കാരണം ഈ നമ്മുടെ ഈ ഹൈന്ദവത, ഹിന്ദുത്വം എന്ന് പറയുന്നതിനെ ഉയർത്തിപ്പിടിച്ച് കാണിക്കുന്നത് കൊണ്ടാണ് ഈ സംഘടനയെ എന്നും കുന്നും ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഇനി ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഇവർക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തിനെതിരെ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാൻ അവര് ചങ്കൂറ്റത്തോടെ കാണിച്ച ചില തിരിച്ചടികൾ കൊടുത്ത ചില തിരിച്ചടികൾ കൂടിയാണ് ഈ ഓർഗനൈസേഷനെ ഇന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതെന്നും ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതെന്നുമാണ് കാണേണ്ടത്. എവിടെയും ഇവരുടെ ആൾക്കാർ പ്രശ്നം, ഏറ്റവും വലിയ ദുരന്തങ്ങൾ അല്ലെങ്കിൽ വലിയ തീവ്രവാദം പോലെയോ അല്ലെങ്കിൽ കൂട്ടക്കൊല പോലെയോ ഒക്കെയുള്ള വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഇവരുടെ ആരും ഒരു പ്രവർത്തകരും എങ്ങും ജയിലുകളിലെങ്ങും കിടക്കുന്നില്ല. എങ്ങും അവരാരും ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി ലോകം മുഴുവനും ആരുടെയും ഒരു എന്താ പറയുന്നത്, ഒരു പെറ്റി കേസിൽ പോലും ഈ ഒരു പ്രസ്ഥാനം വലിയ മത ഭീകരത വളർത്തുന്നവരാണെന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണെന്നും ഒന്നും എവിടെയും എഴുതിയിട്ടിട്ടില്ല. ഇനി ഉണ്ടായ പ്രശ്നങ്ങളിൽ നിന്നും ഇവർ കൃത്യമായി കാര്യങ്ങൾ കൊടുത്ത് നിയമപരമായിട്ട് തന്നെ അങ്ങനെ ഒരു പ്രസ്ഥാനമല്ല, അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത ഒരു പ്രസ്ഥാനമാണ് എന്ന രീതിയിൽ ഇവര് കുറ്റവിമുക്തരാക്കപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലും ഇന്നും ഹിന്ദുക്കളെ അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ ആക്രമിക്കാൻ RSSനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ RSSനെതിരെ കൈ ചൂണ്ടിക്കൊണ്ട് ഇവര് ഇറങ്ങുന്ന ഈ പരിപാടി ശരിക്കും
എന്താ പറയുന്നേ, അപലപനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിനെ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ഗണപതി ഹോമം. അപ്പം സാധാരണ നമ്മളൊരു ചെറിയ വീട് വെക്കുന്ന ഘട്ടങ്ങളിലാണെങ്കിലും മറ്റെന്തിലാണെങ്കിലും ആദ്യമായി തുടങ്ങുന്ന ഒരു കാര്യത്തിനെ സംബന്ധിച്ച് നമ്മൾ ഈ ഗണപതി ഹോമം കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ ഇതിനെ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടത് RSSന്റെ പേര് പറഞ്ഞ് RSS എന്തോ ചെയ്ത് RSS അവിടെ അത് ഒരു ഗണപതി ഹോമം നടത്തുന്നത് കൊണ്ട് മറ്റെന്തോ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ അവര് തുടങ്ങുന്നു. എന്നിട്ട് കുറെ കുറുവടി മുദ്രാവാക്യങ്ങളും അതും ഇതും ഒക്കെ വിളിച്ചുകൊണ്ട് കൃത്യമായി ഒരു ഹൈന്ദവ പൂജയ്ക്കെതിരെ റാഷിദ് എന്ന് പറയുന്ന ഒരു അന്യമതസ്ഥൻ ഇറക്കി കൊണ്ടുവന്ന ഒരു എന്താ പറയുന്നേ, അയാളുടെ മത വെറി കൊണ്ട് കാണിച്ചു കൂട്ടിയ ഒരു കോപ്രായം മാത്രമായിട്ടേ ആ ഒരു സംഗതിയെ കാണാൻ സാധിക്കുന്നുള്ളൂ. കൃത്യമായിട്ട് അത് ചെയ്തവരെ അടക്കം, ഒരു പൂജ ചെയ്തവരെന്തെങ്കിലും കുറ്റം ചെയ്യുന്നുണ്ടോ? അവിടെ എന്തോ വലിയ തീവ്രവാദ പ്രവർത്തനമോ ബോംബ് വെക്കുകയോ എന്താണാണോ ചെയ്തത്, അവരെ മൊത്തം ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് വണ്ടിയേൽ പോലീസ് ജീപ്പേൽ കൊണ്ടുപോയില്ലെങ്കിൽ എന്തോ അവിടെ സംഭവിക്കുമെന്ന് പറയുന്ന ഒരു CPMന്റെ ഒരു നേതാവ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്ത് കഷ്ടമാണിത്. നാളെ ഒരു ഘട്ടത്തില് ഇതേ പ്രശ്നം തന്നെ മറ്റേ എല്ലാ ആൾക്കാരിലേക്കും ഉന്നയിക്കാനും മറ്റു നടക്കുന്ന എല്ലാ പ്രവർത്തികളിലും ഇതേ രീതിയിൽ തന്നെ പെരുമാറാനും ഇടയാകും എന്നുള്ള ഒരു ഘട്ടം നമുക്ക് കാണേണ്ടി വരും. ഒട്ടും താമസമില്ലാതെ നമുക്ക് കാണേണ്ടി വരുമെന്നാണ് പറയാനുള്ളത്. എന്തായാലും കേരള ഗവൺമെന്റ് ഈ ചെയ്യുന്ന അനീതി, കേരളത്തിലെ ഹിന്ദുക്കളോട് ഈ കാണിക്കുന്ന അനീതി നമുക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല. ഇന്നിപ്പോ എവിടെ നോക്കിയാലും ഹൈന്ദവ വിരുദ്ധത മാത്രമേ കേരളത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് പറയാനുള്ളത്. എത്ര നാളിങ്ങനെ ആൾക്കാർ ജീവിക്കും? ഈ കുറെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എത്ര നാൾ ഇങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. നമുക്കിപ്പം എല്ലാ ആൾക്കാരെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്നതാണ് മതനിരപേക്ഷത എങ്കിൽ കേരളത്തിൽ അത് മാറിയിരിക്കുന്നു. ഇപ്പം ഇന്നലെ തന്നെ കണ്ട ഒരു വലിയ കാര്യമാണ്, സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ്. ഇവിടെ നമ്മുടെ അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ എങ്ങാണ്ട് പുറകിലേക്ക് പോവുകയാണെന്നും എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നെന്നും നമ്മള് എന്തോ പുരാതന കാലത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന് കരഞ്ഞവര് ഇന്നലെ അബുദാബിയിൽ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ലോകത്തിലെ ഏറ്റവും മഹോന്നതമായ പ്രവൃത്തിയെന്നും ഏറ്റവും മഹത്തരമായ മതേതരമെന്നും എന്ന് വേണ്ട അതിനെ പാടി പുകഴ്ത്തുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത്രത്തോളം പാടി പുകഴ്ത്തലുകളാണ് ഇന്നലെ കാണാൻ സാധിക്കുന്നത്. ശരി, അവിടെയാണ് ആ ഒരു ക്ഷേത്രം, വലിയൊരു ക്ഷേത്രം നിർമ്മിച്ചു. അവിടുത്തെ ഭരണാധികാരികൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. അതെന്ന് പറയുന്നത് അവരുടെ ആ ഒരു രീതി, ആ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഭരണാധികാരികളുടെ ഒരു ഉദാരമനസ്കത എന്ന് പറയുന്നത്. അതിനൊക്കെ ഇവരെന്തുവാ ഇത്രയും ഇവിടെ ക്ലെയിം ചെയ്യാനേ? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഏതാണ്ട് ഗൾഫ് മുസ്ലിങ്ങളുമായിട്ട് ഏതാണ്ട് കാര്യങ്ങളുണ്ടോ? അവര് തീർത്തും കൃത്യമായിട്ട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിനെ ഒഴിവാക്കുകയും അവരുടെ കൂട്ടത്തിൽ പെട്ട ആൾക്കാരല്ല എന്ന് അവര് സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിട്ടുണ്ട്. കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അറേബ്യൻസിന്റെ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയുന്നേ, പിന്മുറ പറ്റുന്ന ആൾക്കാരല്ല ഇന്ത്യയിലുള്ള മുസ്ലിംസ് എന്നും അവർ മതം മാറ്റപ്പെട്ടു വന്നവരാണെന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്നും കൃത്യമായി അവര് സ്റ്റേറ്റ്മെന്റ് ത്രൂ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇവരെന്തിനാണ് അത്രയും കിടന്ന് ഇവിടെ കിടന്ന് തുള്ളുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകുന്ന കാര്യങ്ങളെ പ്രകീർത്തിക്കാനോ അല്ലെങ്കിൽ അതിനെ കാണാനോ ഒരു സന്മനസ്സോ മാനസികാവസ്ഥയോ ഒന്നുമില്ലാതെ പോകുന്നു ഇക്കൂട്ടർക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരവസ്ഥയിലേക്കാണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇത് കൂടിക്കൊണ്ട് വരികയേ ഉള്ളൂ, ഒട്ടും കുറയാൻ പോകുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മതന്യൂനപക്ഷത്തിന്റെ വോട്ട് മാത്രം നേടാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായം, ഇതിനെയാണ് കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത്.
കേരളത്തിന്റെ മാത്രം മതേതരത്വം, മറ്റെങ്ങും കാണാൻ പറ്റാത്ത ഒരു മതേതരത്വം കൂടിയാണ് ഇതെന്ന് പറയുന്നു. എന്തായാലും തൽക്കാലം ഞാൻ നിർത്തുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്, ഇടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ ചെറിയ ചെറിയതായിട്ട് പറയാം. താങ്ക് യു. Thank എന്തായാലും you. I hope you feel better. റിക്കവർ ചെയ്യുന്നു. Go ahead, Chanduji. Go ahead. You അല്ല എന്തായാലും രമ്യജി റിക്കവർ ചെയ്യുന്നു പറഞ്ഞതിൽ വളരെ സന്തോഷം. ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. നമ്മൾ ഓരോരുത്തരും എന്താ പറയുക, വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോ നിലവിലുള്ളത്. മനഃപൂർവ്വമായതോ അല്ലാത്തതായ വാഹനാപകടങ്ങൾ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ഇത് ആക്സിഡന്റ് ആണോ അതോ മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ കുറ്റം പറയാൻ പറ്റും. എന്തായാലും ഞങ്ങളുടെ വീട്ടിനടുത്ത് വളരെ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പടം എനിക്ക് തോന്നുന്നത് രമ്യാജി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഞങ്ങളുടെ റോഡിന്റെ ഒരു പിന്നെ എന്താ പറയുന്നത്, റോഡ് വീതി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇന്നോ നാളെയോ മറ്റോ ആണെന്ന് തോന്നുന്നു നമ്മുടെ മുഹമ്മദ് റിയാസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭൂമി എടുക്കലിന് 93 കോടി രൂപയും മറ്റേതിന് 48 കോടി രൂപയും, ടോട്ടൽ 158 കോടി രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും പരസ്യമായിട്ട് മണ്ടത്തരം എഴുതി വെക്കുന്നത് കാരണം ഒരു 10 കോടി രൂപയുടെ ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇവർ കാണിച്ചിരിക്കുന്ന ടോട്ടലിനേക്കാൾ 10 കോടി രൂപ കുറവാണ്. അപ്പൊ അത് വ്യാപകമായിട്ട് ട്രോളുകൾക്ക് വിധേയമാവുന്നുണ്ട്. ഇപ്പൊ പലയിടത്തും പോയിട്ട് അത് തിരുത്തി എഴുതുന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇങ്ങനത്തെ കണക്ക് കൊണ്ട് ചെല്ലുമ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാം കൂടെ മടക്കി കെട്ടി മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ ട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ അക്ഷരാഭ്യാസം എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ലിറ്ററസി എന്ന് പറയുന്നത്, അതായത് ഇവർ ഈ എഴുതിയിരിക്കുന്ന ചെലവുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ടോട്ടൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന തുകയേക്കാൾ 10 കോടി രൂപ കുറവാണ് വരുന്നത്. ഇത് പരസ്യമായിട്ട് ബാനർ എഴുതി ഇത് എഴുതുന്നവനും കാണുന്നവനും ഒന്നും അടിസ്ഥാനപരമായിട്ട് ഒരു വിദ്യാഭ്യാസവും ഇല്ല എന്ന് കാണിച്ചു. ഇവരൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഗ്രാജുവേറ്റ്സും എന്താ പറയാ PG ഹോൾഡേഴ്സും ചിലപ്പോൾ റാങ്ക് ഹോൾഡേഴ്സും വരെ കാണും കേട്ടോ. പക്ഷെ ഇവർക്ക് ആർക്കും ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ തമാശയായിട്ട് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാല് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ ഒരു അപജയമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഇവർക്ക് ഒരു തെറ്റായ ഒരു കാര്യം പോസ്റ്റർ അടിച്ച് നാട് മുഴുവൻ വെച്ചേക്കാണ്. ഇതിപ്പോ ട്രോൾ ആയതിനു ശേഷം പലയിടത്തും തിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിലെ ഒരു തമാശയുള്ള ഒരു കാര്യം. അതൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടി. ഞാനൊരു കാര്യം കൂടി പറഞ്ഞോണ്ട്, ഞങ്ങളുടെ നാട്ടില് ഓണാട്ടുകരയ്ക്ക് ഇന്ന് കുംഭഭരണി മഹോത്സവമാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവത്തിന്റെ രീതികളെയും കാര്യങ്ങളെയും ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയായിരുന്നു ഞാൻ. ഈ സംഭവം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഹൈന്ദവ സമിതി, സത്യം പറഞ്ഞാൽ അമ്പലത്തിന് അതായത് ദേവസ്വം ബോർഡിന്റെ അമ്പലമാണ്. ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നത് ശബരിമലയാണെങ്കിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ആദ്യത്തെ ക്ഷേത്രം ഈ ചെട്ടുകുളങ്ങര ദേവീ ക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാല് ഒത്തിരി പല ഘട്ടങ്ങളായിട്ട് ആ അമ്പലത്തിലെ ഓരോ കാര്യങ്ങളിലും ഇവര് ഇടപെട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ ഒരു വർഷങ്ങൾ ഇങ്ങോട്ട് കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ടിട്ട് ചൂരൽ മുറിയൽ എന്ന് പറയുന്ന ചടങ്ങുമായിട്ട് വമ്പൻ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വരെയും കൊണ്ടുവന്നിട്ട് അത് മുടക്കി വെക്കുന്ന രീതിയിൽ വരെയുള്ള കാര്യങ്ങൾ അവിടെ അരങ്ങേറിയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. പിന്നീട് ചില എന്താ പറയുക സമവായങ്ങളിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇപ്പൊ വീണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവം വളരെ മോശമായിരുന്നു. 13 കരയുടെ ആൾക്കാര് എത്ര ദിവസത്തെ മെനക്കേടുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന അമ്പരചുംബികളായിട്ടുള്ള വലിയ കുതിരയും തേരും ഈ വക സംഗതികള് ഭയങ്കര ആഘോഷത്തോടു കൂടിയാണ് അവർ ചെയ്തു കൂട്ടുന്നത്. ചെയ്തു കൂട്ടി അത്രയും മെനക്കെട്ട പണിയും കൂടിയാണ്. അവരുടെ ഒരു പ്രയത്നം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ആ ഒരു കെട്ടുകാഴ്ചകളൊക്കെ ഉണ്ടാക്കുന്നതിലുള്ളത്. അപ്പം അതൊക്കെ വലിച്ച് നമ്മുടെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ നടയിൽ കൊണ്ടെത്തിക്കുകയും സഹാക്കന്മാർ തന്നെ അടി ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് കേറ്റാതെയും അമ്പലത്തിലേക്ക് കളിക്കാൻ കയറാതെയും മാറ്റി വെച്ചിരുന്ന, അതായത് മൊത്തത്തിൽ അലങ്കോലപ്പെട്ട ഒരു ഉത്സവമായിരുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട്
ആ ഒരു സംഭവം ചെട്ടുളങ്ങര ക്ഷേത്രത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം കേൾക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് മുന്നിലത്തെ തലമുറയും പോലും അത് തന്നെയായിരിക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം. കാരണം ഇത്രയുള്ളായിരുന്നു അന്നത്തെ പ്രസിഡന്റ്, ഹൈന്ദവ സമിതിയുടെ പ്രസിഡന്റ് വന്നിട്ട് ഒരു CPM ആളായിരുന്നു അന്ന് കേറിയത്. ഇന്നിപ്പം ആരാണെന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും അയാളെ പിന്നീട് മാറ്റിയിരുന്നു. എങ്കിലും ആ ഒരു കാര്യത്തിന്റെ ബാക്കിയായിട്ടുണ്ടായ അവിടെ അമ്പലത്തിൽ വൈകിട്ട് കൊണ്ടുവന്നിട്ട് വേറൊരു ദിവസം ഉത്സവം, കരയുടെ എതിരേൽപ്പ് ദിവസം അവിടെ കൊണ്ടുവന്ന് എന്തുവാ നമ്മുടെ പുഷ്പനെ അറിയാമോ പാട്ടുകൾ പാടിക്കാനും ഒക്കെ കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതിന് ബദലായിട്ട്, അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ബദല് കൊടുക്കാതിരിക്കാൻ ഇവര് മാറി നിൽക്കില്ലല്ലോ. അടുത്ത ആൾക്കാര് അവിടെ ഗണഗീതം പാടിച്ചു. അതിന്റെ ഒരു വിഷയം, ആ വിഷയങ്ങൾ അങ്ങനെ നിന്ന് നിന്ന് ലാസ്റ്റിൽ ഉത്സവം അലങ്കോലപ്പെട്ടു പോകുന്ന ദീപാരാധന ക്ഷേത്രത്തിൽ നടത്താൻ സാധിച്ചില്ല. അതായത് ഇതെല്ലാം കേറിയതിന് ശേഷം വേണം ദീപാരാധന നടത്തിയിട്ട് അമ്പലത്തിൽ രണ്ടാമത്തെ രാവിലത്തെ എഴുന്നള്ളത്തിന് വരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിൽ രാവിലെയാണ് തലേന്നത്തെ ഈ ദീപാരാധന നടക്കുന്നത്. അതുവരെയും ആ സമവായം നടന്നു പോകാതെ, അതിൻ്റെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാതെ പോയി. പല കെട്ടുകാഴ്ചകളും കൊണ്ടുവന്നത് ക്ഷേത്ര മുറ്റത്ത് പോലും എത്തിക്കാൻ പറ്റാതെ അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഭയങ്കര പരിതാപകരവും സങ്കടകരവുമായിട്ടുള്ള ഒരു ഉത്സവമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഉത്സവം. ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശരിക്കും പറഞ്ഞാല് അങ്ങനെ ഒരു വലിയ ആഘോഷത്തിലാണ് ഞങ്ങളുടെ നാടും കൂടി എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഒരു സംഗതി പറയുമ്പോൾ തന്നെ ഓണാട്ടുകരയുടെ പൊന്നോണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. അല്ല, ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു ഭാവിയിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദുവിന്റെ ഓരോ ആരാധനകൾക്കും അവര് ടാക്സ് ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാശടച്ച് അനുമതി വാങ്ങിക്കുക, അങ്ങനെയുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരികയും അതോടെ അത് അങ്ങനെ തന്നെ ജസ്റ്റിയ എന്ന് പറഞ്ഞ സാധനം വളരെ നൈസായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കാണാൻ പോകും. എനിക്ക് തോന്നുന്നു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ PK ഫിറോസോ മജീദോ അല്ല ഫിറോസ് അല്ല ഫിറോസാണോ മജീദാണോ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ ഞങ്ങള് ഹിന്ദുക്കൾക്ക് പിടിച്ച് മീൻസ് ഞങ്ങൾക്ക് മറ്റേ ഇതാണ് എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ സെന്റൻസിൽ ഒരു കാര്യം ശ്രദ്ധിച്ചു, വാര്യംകുന്നന്റെ പിന്മുറക്കാരാണെന്ന് പറഞ്ഞതൊക്കെ ശരി, പക്ഷെ അദ്ദേഹം പറഞ്ഞ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് യോഗി ആദിത്യനാഥോട് കേരളം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനസ്സിലായില്ലേ, കേരളം അയാൾ പറയുന്നത് കേരളക്കുകള് അയാൾ അങ്ങ് ഹൈജാക്ക് ചെയ്ത് വെച്ചേക്കും. ഇവിടൊന്നും കേൾക്കുന്നില്ല. ചന്തുജി, ഇവിടൊന്നും കേൾക്കുന്നില്ല. ചന്തോട്ടൻ ഹമാസിന്റെ തുരങ്കത്തിലാണ്. എന്താ ചന്തോട്ടൻ ഹമാസിന്റെ തുരങ്കത്തിലാണ്. കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതാ. തുരങ്കത്തിലേക്ക് കയറിപ്പോയി, ക്ഷമിക്കണം. ഓക്കെ, തുരങ്കത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ട് സംസാരിക്കൂ. അതുവരെ ഞാൻ പുറത്തുള്ള ആൾ സംസാരിക്കാം. എല്ലാവർക്കും ഒരു നമസ്കാരം പറയട്ടെ. രമ്യാമാം പോയോ? രമ്യാമാം പറഞ്ഞതിന് അപ്പുറത്തേക്കൊന്നും പറയാനില്ല. പറയാവുന്നതിന്റെ പരമാവധി രമ്യാമ്മ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. അതായത് ഈ സംഘപരിവാറിന് അല്ലെങ്കിൽ സംഘത്തിന് ഗണപതി ഹോമത്തിന്റെ പേറ്റന്റ് കൊടുക്കാനാണ് ഇപ്പൊ ഇന്ന് 2 ദിവസം മുമ്പ് കോഴിക്കോട് അവർ ശ്രമിച്ചത്. അതിൽ വളരെ നന്ദിയുണ്ട്. ഗണപതി ഹോമത്തിന്റെ പേറ്റന്റ് സംഘത്തിന്റെ മുകളിൽ കൊടുക്കുന്നതിൽ വളരെ നന്ദിയുണ്ട്. അത് മാത്രമല്ല, ഇന്നത്തെ കേരളത്തിലെ സാഹചര്യം നോക്കുമ്പോൾ ഈ മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ, ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ അശ്ലീലം എന്ന് പറയാവുന്നത് ഒരു വിശ്വാസിയായ, അതായത് മതവിശ്വാസിയായ, ഈശ്വരവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതിൽ മാർക്സിസ്റ്റുകാരനാണ് ഏറ്റവും വലിയ അശ്ലീലം. ഇവർക്ക് എങ്ങനെ ഇത് രണ്ടും കൂടി നടത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഇതിനെതിരെ പ്രവർത്തിക്കുന്ന DYFI ആയിട്ടുള്ള ജിഹാദികളുടെ മൂട് താങ്ങി നടക്കുകയും വേണം, രാവിലെ കുളിച്ചു തൊഴുത് അമ്പലത്തിൽ പോയിട്ട് വരികയും വേണം. എന്നിട്ട് അതേ അമ്പലത്തിലേക്ക് മറ്റവന്മാർ പെരുമാറുമ്പോൾ
അതിന്റെ കൂടെ നിൽക്കുകയും വേണം എന്നാണ്. ഇതിലും വലിയ അശ്ലീലും ഗതികെട്ട ഒരു ജനതയാണ് CPM-ലെ ഹിന്ദുക്കൾ എന്ന് എനിക്ക് പറയാനുള്ളത്. എന്നാലും അവർക്ക് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല കേട്ടോ. അത് ജന്മനാ കിട്ടുന്നതാണ്. കാരണം നൂലുകെട്ടിന്റെ അന്നും ഇൻകലാബ് ഇവിടെയൊക്കെ രാമനാമം ജപിച്ചിട്ടൊക്കെ നമ്മൾ ഈ പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ നൂലുകെട്ട് കുട്ടികളുടെ 28 നടത്തുമ്പോൾ യുവന്മാരുടെ വീട്ടിൽ പോയാൽ കാണാം ആ സമയത്തും ഇൻകലാബ് സിന്ദാബാദ് വിളിക്കുന്നു. അങ്ങനെ വലുതാവുന്ന കുട്ടി ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി. പിന്നെ വേറെന്ന് വെച്ചാൽ കോട്ടക്കൽ RSS ശാഖ നടക്കുന്നിടത്ത് വന്നിട്ട് ഡിവൈഎഫ്ഐക്കാർ പറഞ്ഞപ്പോൾ അവിടെ പിറ്റേന്ന് ആള് കൂടിയത് കണ്ടു. ആൺകുട്ടികളുള്ളിടത്ത് ഇപ്പൊ ഇവരുടെ കളികളൊന്നും അങ്ങനെ നടക്കുന്നില്ല. ഇല്ലാത്തടത്ത് ഇപ്പൊ ആ മാനേജർ ഈ ആളുകൾ അവർക്കൊക്കെ ഒന്നും അത്ര സംഖ്യാബലമൊന്നും ഉണ്ടാവില്ല, സംഘബലം ഉണ്ടാവില്ല. പിന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ CPM-ന്റെയും പാർട്ടിയുടെയും ഗവൺമെന്റിന്റെ ഒക്കെ അടിമകളായിട്ട് നിൽക്കുന്നവരായിരിക്കും. അവർക്ക് വേറെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോഴും ഗണപതിയോട് ഉള്ളിൽ കരഞ്ഞ് പറയാനല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഗതികെട്ട മാർക്സിസ്റ്റുകാരനും കൂടി ആയിരിക്കാം ചിലപ്പോ ആ മാനേജർ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പിന്നെ വേറൊരു കാര്യം പറയാനാണ് വെച്ചാൽ ഇപ്പൊ അബുദാബിയിൽ ക്ഷേത്രമൊക്കെ വന്നു. അതൊക്കെ വളരെ മഹത്തായ സംഭവമാണ്. അതൊക്കെ രമ്യ പറഞ്ഞ മാതിരി തന്നെ പിന്നെ ഇവിടെ വരുമ്പോൾ അത് പിന്നെ ഇവിടുത്തെ മതേതരത്തിനെ ആകെ തകരാറാക്കുന്നു. പക്ഷെ അബുദാബിയിൽ വരുമ്പോൾ അതിന്റെ അവരുടെ വിശാല മനസ്ഥിതിയുടെ ഭാഗ്യം. അങ്ങനെ വിശാല മനസ്കത ഉണ്ടെങ്കിൽ പണ്ട് 360ഓളം വിഗ്രഹങ്ങൾ എടുത്തു മാറ്റിയ ഒരു സ്ഥലമുണ്ട് സൗദിയിൽ. അവിടെയൊക്കെ പഴയ വിഗ്രഹങ്ങൾ അവരെ ആരാധിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ കുറെ കൂടി വിശാലമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ഹൃദയ വിശാലത ഒന്നുകൂടി ലോകത്തിന് മുന്നിൽ തെളിയിക്കപ്പെടും എന്നാണ് എനിക്കിപ്പോ പറയാനുള്ളത്. ഇത്രയൊക്കെ ഇപ്പൊ തൽക്കാലം പറയാനുള്ളൂ. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്കാരം. ഞാനിപ്പോ പറയാം. വേറെ ആർക്കും പറയാൻ ആരും പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ട് ഇല്ല, ഇപ്പൊ പറഞ്ഞോളൂ. മോഡ്സ് ഒക്കെ എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. പറഞ്ഞോളൂ, നമ്മൾ പറയാം പറ്റുന്നിടത്തോളം. അപ്പൊ ഈ ഹൈന്ദവ വിരുദ്ധത ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗണപതി ഹോമം പോലും സ്വന്തം സ്ഥലത്ത് നടത്താനുള്ള ഒരു എന്താ പറയാ ഒരു അധികാരം അല്ലെങ്കിൽ അതിന്റെ ഇതൊക്കെ അവകാശം തന്നെ പറയുന്നത്. അവകാശം പോലും നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഇപ്പം അധികകാലമായിട്ടില്ല. ഇപ്പം കഴിഞ്ഞ മെയ് മാസത്താണ് പൊന്നമ്പലമേട്ടില് വനഭാഗത്ത് പൂജ ചെയ്തുകൊണ്ടിരുന്ന ആളെ പോയി അറസ്റ്റ് ചെയ്തത്. അങ്ങനെ ഒരു 8-9 പേർക്കെതിരെ എങ്ങാണ്ട് അറസ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് ഓർമ്മയുള്ളത്. ഈ കഴിഞ്ഞ മെയ് മാസം 2023 നടന്നത്. പക്ഷെ അതൊരു വാർത്തയായിട്ട് അങ്ങ് പോയെന്നല്ലാതെ അതിനെതിരെ ഒരു പ്രക്ഷോഭം എന്ന നിലയ്ക്ക് അതിനെതിരെ ഒരു പ്രതിഷേധം പോലും നമ്മുടെ സമൂഹത്തിന് ഉയർന്നു കണ്ടില്ല. അപ്പോ അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നുന്നു അവരൊരു ട്രയൽ നടത്തി നോക്കിയായിരിക്കാം എന്താണ് സംഭവിക്കാന്ന്. അതിന്റെ ഒരു ഫലമാണ് ഈ കാണുന്നതൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മളാരും ഒന്നും മിണ്ടിക്കണ്ടില്ല അതിനെതിരെ. അപ്പൊ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതേമാതിരി ഇതിനു മുമ്പ് അതേമാതിരി നടന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്? ഇത് പൂജ എന്ന് പറയണത് എന്താന്ന് അവർക്ക് അറിയത്തില്ല. പൂജ എന്ന് പറയണത് അവരുടെ മതത്തിന്റെ വീക്ഷണത്തിലൂടെ നോക്കുമ്പോഴാണ് ഇതൊരു പ്രശ്നമാവുന്നത്. അവരുടെ മതത്തിന്റെ വീക്ഷണത്തിൽ എന്താണ്? എന്റെ മതം മാത്രം, എന്റെ ദൈവം മാത്രം ഏറ്റവും നല്ലത്, വേറെ ആരുടെയും ദൈവം കൊള്ളത്തില്ല, അല്ലെങ്കിൽ എന്റെ ദൈവത്തിനെ ആരാധിക്കാത്തവരെ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കുന്നവരെ എല്ലാവരുടെയും തല വെട്ടണം എന്നുള്ള ഒരു വീക്ഷണമാണ് അവരുടേത്. ആ ഒരു വീക്ഷണത്തിലാണ് അവർ ഹിന്ദുക്കളുടെ ആരാധനയോടും കാണുന്നത്. ഹിന്ദുക്കൾ ആരാധന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൂജ ചെയ്യുമ്പോൾ അവരുടെ വിചാരം ഈ ഹിന്ദുക്കൾ പറയുന്നത് വരുത്തി വെക്കുന്നത് ഞങ്ങളുടെ ദൈവം മാത്രം നല്ലത്, മറ്റുള്ളവരുടെ ദൈവം ഒന്നും നല്ലതല്ല, അതുകൊണ്ട് അവരുടെ അധികാരം സ്ഥാപിക്കുന്നു അവിടെ. അത് നമുക്ക് പറ്റത്തില്ല, ഞമ്മന്റെ ദൈവമാണ് കൂടുതൽ നല്ലത്, അത് കാരണം അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു വീക്ഷണമായിരിക്കാം ഇതൊക്കെ തടയാൻ വേണ്ടി അവര് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇത് പൂജയിൽ എന്താ നടക്കണേന്ന് അവർക്ക് ഒന്നും അറിയത്തുണ്ടാവില്ല. അവർക്ക് മാത്രമല്ല, ഹിന്ദുക്കളായിട്ടുള്ളവർക്ക് പോലും 90% പേർക്കും
പൂജ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും അറിയത്തില്ല. പൂജ എന്ന് പറയണ അവര് എല്ലാരും മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ദൈവത്തിനെ നമ്മൾ ഏതോ എല്ലാം കാണിച്ച് സമർപ്പണമൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തുക, സന്തോഷിപ്പിക്കുക എന്നതാണ് പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഹിന്ദുക്കളായ ഇവര് പോലും 90%, 95% വിചാരിച്ചിരിക്കുന്നത്. എന്ന് പറയാൻ കാരണമുണ്ട്. എന്റെ ഭാര്യയ്ക്കായാലും എന്റെ അച്ഛനായാലും എന്റെ അമ്മയ്ക്കായാലും ഇങ്ങനെ തന്നെയാണ്, ഇത് തന്നെയാണ് അറിയുന്നത്. ഇതിനപ്പുറം അറിഞ്ഞുകൂടാ അതിൽ എവിടെ എന്താ നടക്കണേന്നുള്ളത്. അപ്പൊ ഞാൻ അറിഞ്ഞു വന്നത് ഗുരുമുഖത്തിൽ നിന്നാണ്. അപ്പൊ ഞാൻ അറിഞ്ഞത് എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ മൂലാധാരങ്ങളിലുള്ള ആ ശക്തികൾ നമ്മൾ ഉയർത്തിക്കൊണ്ട് പോവുക, ഓരോ ചക്രങ്ങളിലൂടെ അതിനെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള ഒരു തത്വം ആ പൂജയിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് മെയിൻ തത്വം. അത് പ്രകാരമാണ് ഈ പൂജ നടക്കുന്നത്. അപ്പൊ ഈ ഒരു വനഭാഗത്ത് ഒരാൾ പൂജ ചെയ്യുമ്പോ പൂജ ചെയ്യുന്ന ആളുടെ ഉദ്ദേശം മറ്റുള്ള എല്ലാ എന്തെന്നാ പറയണ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ഡിസ്റ്റർബൻസിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി സ്വയമായ സ്വച്ഛമായ ഒരു സ്ഥലത്തിരുന്ന് തന്റെ ആ ഇത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനെ തടയാൻ വരുന്നവരുടെ ഉദ്ദേശം എന്തായിരിക്കും? അപ്പൊ അതിനെ തടയാൻ വരുന്നവർക്ക് ഒന്ന് ഇത് അതിനെ പറ്റി അറിഞ്ഞുകൂടാ, പിന്നെ രണ്ട് അവരുടെ മതവീക്ഷണത്തിലൂടെ ഇതിനെ നോക്കിക്കാണുന്നു. അതാണ് ഈ ഇതിൽ നടക്കുന്നത്. അപ്പൊ അതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാൻ പറ്റണത്. പിന്നെ ഈ ഈ കുറച്ചു മുമ്പ് മാഡം പറഞ്ഞായിരുന്നല്ലോ, ഈ തമിഴ്നാട്ടിൽ പോലും ഇങ്ങനെയുള്ള ഹിന്ദു വിരുദ്ധ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത്. അത് സത്യമാണ്, പല തരത്തിലും സത്യമാണ്. ഇപ്പൊ അവിടെ തമിഴ്നാട്ടില് ചെന്നൈയില് മദ്രാസില് എന്റെ ഒരു മാമൻ അവിടെ ഇരിപ്പുണ്ട്. അവിടെ ചെന്നൈയിൽ തന്നെ ജനിച്ചു വളർന്ന ആളാണ്. പുള്ളിക്കാരൻ അവിടെ യോഗയൊക്കെ പഠിച്ച് വളരെ നല്ല യോഗ മാസ്റ്ററായിട്ട് പലർക്കും യോഗയൊക്കെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിപ്പുണ്ട്. പക്ഷെ പുള്ളി അങ്ങേയറ്റ അപലപനീയമായ തരത്തിലാണ് ഹിന്ദു ദൈവങ്ങളെ പറ്റി സംസാരിക്കാറ്. അല്ലെങ്കിൽ എന്തെന്നാ ഒരു ശിവലിംഗം എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് വെറും ഒരു കല്ല് എന്നുള്ള രീതിക്കൊക്കെയാണ് ഉള്ള തരത്തിലുള്ള വർത്തമാനമാണ് പുള്ളിയുടേത്. ആ പുള്ളി ഭയങ്കര വലിയ DMK സപ്പോർട്ടറുമാണ് എല്ലാം ആണ്. അപ്പൊ അവർ ഇതൊക്കെ യോഗ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുടെ മനസ്സിൽ പോലും ഇങ്ങനെയൊക്കെയാണ് അവര് പഠിപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പൊ അപ്പൊ അതിലൊരു ഈ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ അവര് ഈ കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെ DMK കാരിലൂടെയും കുത്തി വെക്കപ്പെട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലുള്ള പലരുടെയും ഇതില്. ഇപ്പൊ തന്നെ ഈ കഴിഞ്ഞ ശ്രീരാമ പ്രാണപ്രതിഷ്ഠയുടെ അന്ന് ശ്രീരാമന്റെ ഇത് അന്ന് ഇന്ത്യയിലെ എല്ലാ അമ്പലങ്ങളിലും പൂജയും അതേമാതിരിയുള്ള ഇതൊക്കെ നടക്കുമ്പോൾ തമിഴ്നാട്ടില് അവര് പത്രക്കുറിപ്പ് ഇറക്കിയായിരുന്നു ഇത് ബാൻ ചെയ്തുകൊണ്ടുണ്ട്. പത്രക്കുറിപ്പല്ല, അത് എന്തെന്നാ പറയുന്നത്, സർക്കുലർ ഇറക്കിയാണ് ഇത് ബാൻ ചെയ്തുകൊണ്ട്. ഈ ഇത് ഈ പ്രതിഷ്ഠയുടെ അന്ന് ലൈവ് കാണിക്കാൻ പാടില്ല, പൂജ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ബാൻ ചെയ്തതാണ് ഈ ഗവൺമെന്റ്. ഒന്ന് ഓർക്കണം. നമ്മുടെ ഈ ശ്രീരാമന്റെ രാജ്യത്ത് അവർക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഇത് പോലും ധൈര്യം പോലും അവർക്ക് കിട്ടി എന്നുള്ള കാര്യം. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഹിന്ദു വിരുദ്ധത മാത്രം ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ കുറച്ചു നാൾ മുമ്പ് ഇപ്പൊ തന്നെ ഈ അടുത്തിടെ കഴിഞ്ഞ ആഴ്ചയാണല്ലോ പുറത്തു വന്നത്, തളി മഹാദേവ ക്ഷേത്രം കാണാനില്ല പോലും. ക്ഷേത്രം കാണാനില്ല. ആ ഭാഗത്ത് ഒരു മുസ്ലിം പള്ളി ഉയർന്നിരിക്കുന്നു. അപ്പൊ ഈ ക്ഷേത്ര ഭൂമി ആരുടെ പേരിലായി, അതെങ്ങനെ ഒരു പള്ളി ആ സ്ഥലത്ത് ഉയർന്നു വന്നു? അപ്പൊ അത് കേസ് നടക്കുന്നുണ്ട്. വേണ്ടപ്പെട്ടവര് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൽ സന്തോഷം. ആ കാര്യത്തില് മലപ്പുറത്ത് വേറെ കുറുമ്പത്തിട്ട ഭഗവതി ക്ഷേത്രോ എന്തോ ഉണ്ട്. അവിടത്തെ സ്ഥലങ്ങള് ഷൗക്കത്ത് അലിക്ക് ഈ ക്ഷേത്ര കമ്മിറ്റിക്കാർ പതിച്ചു നൽകി. എന്തൊരു മറിമായം! ഈ ക്ഷേത്ര ഭൂമി പതിച്ചു നൽകാൻ ഇവർക്ക് എങ്ങനെ അധികാരം കിട്ടുന്നു? അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇതിന് വേണ്ടി നടക്കുകയാണ്. ഹിന്ദുക്കളെ സ്വന്തം പേരിലുള്ള മതത്തിന്റെ ഒരു ഒരു താഴ്ച കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത, അതാണ് ഇവിടെ കേരളത്തില് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു വിഷയം, ഈ ഡൽഹിയില്
ആഹ് എന്തെന്നാ കർഷക സമരം ഉം, തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പൊ അതിലെ അവിടുത്തെ മറിമായങ്ങളൊക്കെ കാണാൻ വളരെ രസമാണ്. 100 രൂപ സബ്സിഡിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ കോടികൾ കൊടുത്താൽ മാത്രം കിട്ടുന്ന പല വണ്ടികളിലൊക്കെയാണ് ആയിട്ടാണ് അവര് അവിടെ വന്ന് സമരം ചെയ്യുന്നത്. അതായത് ലാൻഡ് റോവർ, ജാഗ്വർ, ഇങ്ങനെയുള്ള വണ്ടികളിലൊക്കെ വന്നാണ് ഇവര് വന്ന് സബ്സിഡി വേണം, 100 രൂപ സബ്സിഡിക്ക് വേണ്ടിയിട്ടൊക്കെ അവിടെ വന്ന് സമരം ചെയ്യുന്നത്. എന്തൊരു അത്ഭുതകരമായ സമരമാണ് എന്നൊന്ന് ഒന്ന് ഓർത്തു നോക്കുക. അപ്പോ ആ സമരത്തോടനുബന്ധിച്ച് പീയൂഷ് ഗോയൽ ഇന്നലെ അവരുമായിട്ട് എന്തോ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു, നെഗോഷിയേഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ അറിഞ്ഞു വരുന്നത്. അപ്പോ ഈ ഈ നെഗോഷിയേഷൻസിൽ അവര് മുന്നോട്ട് വെച്ച ഡിമാൻഡ്സ് ആണ് വളരെ അത്ഭുതകരം. ഞാൻ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരാം. ഒരു 8-9 ഇതുണ്ട്, ഡിമാൻഡ്സ് ഉണ്ട്. ഒന്നാമതായിട്ട് ഈ അഗ്രികൾച്ചർ ലോൺസ് കൊടുത്തേക്കണ എല്ലാ ലോൺസും മുഴുവനും എഴുതി തള്ളണം എന്നാണ് അവർ ഡിമാൻഡ്. ഒന്നാമത്തെ ഡിമാൻഡ്. അതായത് അത് ഏകദേശം 24 ലക്ഷം കോടി രൂപയുടെ ഒരു എമൗണ്ട് ആണ് വരിക. 24 ലക്ഷം കോടി രൂപ അങ്ങനെ വെറുതെ എഴുതി തള്ളാൻ മാത്രം നമ്മുടെ രാജ്യം അങ്ങനെ അത്രയൊന്നും ഉയർച്ചയിൽ എത്തിയിട്ടില്ല. നമ്മൾ ഒന്ന് പിടിച്ചു കയറി വൈക്കോൽ തുരുമ്പ് കിട്ടി അതിൽ നിന്ന് പിടിച്ചു കയറി ഒന്ന് മുന്നോട്ട് മേളിൽ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ് ഈ ഇലക്ട്രിസിറ്റി റിഫോംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഗവൺമെന്റ്. വളരെ നല്ല വിഷനോട് കൂടി രാജ്യത്തെ എല്ലാവർക്കും വൈദ്യുതി കിട്ടുന്ന തരത്തിലുള്ള ഓരോ റിഫോംസ് കൊണ്ടുവരുന്നത് ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് അവർക്ക് അഷുറൻസ് വേണം. എന്താന്ന്, ഈ റിഫോംസ് നടപ്പിലാക്കില്ല എന്നൊരു അഷുറൻസ് വേണം പോലും. അതായത് നല്ലൊരു കാര്യം ചെയ്യണത് അത് ചെയ്യാൻ പാടില്ല എന്ന് ഗവൺമെന്റ് അവർക്ക് അഷുറൻസ് കൊടുക്കണം പോലും. അതാണ് രണ്ടാമത്തെ ഡിമാൻഡ്. ഓക്കെ. മൂന്നാമത്തെ ഡിമാൻഡ് എന്ന് പറയണത്, നമുക്കറിയാം ഡൽഹിയിലൊക്കെ ചില സമയങ്ങളിലൊക്കെ ഒരുപാട് പുകമറ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ ഹരിയാന ഭാഗത്തൊക്കെ ആയിട്ട് അവർ ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന ബാക്കിയുള്ള ഇതൊക്കെ വിളവിന്റെ ഇതെല്ലാം അവര് അവിടെ നിന്ന് കത്തിക്കുമ്പോ അതിന്റെ പുക ഒരുപാട് ഡൽഹി ഭാഗത്തോട്ടൊക്കെ കൂടുതൽ വ്യാപിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ഇതിനെ ഈ സ്റ്റബിൾ ബേണിംഗ് എന്ന് പറയും. അപ്പൊ ഈ ഇത് ഇത് UP ഭാഗത്തും ഒക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ. അപ്പൊ UP-യിൽ എന്താന്ന് വെച്ചാൽ യോഗി ഗവൺമെന്റ് ഈ ഇതിനെ കത്തിച്ച് കളയുന്നതിന് പകരം അത് ഉപയോഗിച്ച് എങ്ങനെ അത് കൊണ്ടും അത് വെച്ചും പൈസ ഉണ്ടാക്കാം എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വഴികൾ കാണിച്ചും കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഇതൊക്കെ നടക്കുമ്പോ ഈ ഇവരുടെ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ ഇത് കത്തിക്കണതിനെ എതിർക്കാൻ പാടില്ല. അതായത് ഇത് ഇവരെ ഇങ്ങനെ കത്തിക്കാൻ വിടണം എന്നാണ് ഇവരുടെ മൂന്നാമത്തെ ഡിമാൻഡ്. ഒന്ന് ആലോചിക്കുക. ഇവിടുത്തെ പൊല്യൂഷൻ കൂടുതൽ ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇതുമാതിരിയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ അനുവദിക്കണം എന്നാണ്. ഇതൊക്കെ ഒരു 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 മാനവികത ഉള്ള ഏതെങ്കിലും ഒരാൾക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്ന് ആലോചിക്കുക. അപ്പൊ ഇതായിരുന്നു മൂന്നാമത്തെ ഡിമാൻഡ് അവരുടെ. പിന്നെ നാലാമത്തെ ഡിമാൻഡ്, നമ്മുടെ മോദി സർക്കാർ ഈ WTO അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ വളരെ നല്ലൊരു നിലപാട് എടുത്ത് ഒരു ലീഡർഷിപ്പോട് കൂടി അവിടെ കാര്യങ്ങൾ ഓരോന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് പിന്മാറണം. മോദി സർക്കാർ WTO-യിൽ നിന്ന് പിന്മാറണം എന്നാണ് നാലാമത്തെ ഡിമാൻഡ്. അത് കർഷകർക്ക് അതുമായിട്ട് എന്താണ് ബന്ധം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഈ പിന്നെ ഈ WTO-യിൽ നമ്മുടെ മോദി സർക്കാർ പല ഡിമാൻഡുകളും വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പല പ്രപ്പോസൽസ് കൊടുത്തിട്ടുണ്ട്. ഈ ഇവിടുത്തെ കർഷകർക്കും ഇവിടുത്തെ പിന്നെ എന്തെന്നാ മത്സ്യ തൊഴിലാളികൾക്കും നല്ല ഗുണങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള പല പ്രപ്പോസലുകളും അവിടെ വെച്ചിട്ടുണ്ട് WTO-യിൽ.
ഈ നമ്മുടെ സർക്കാർ അതിൽ നിന്നെല്ലാം പിന്മാറണം എന്നാണ് നാലാമത്തെ ഡിമാൻഡ്. അപ്പൊ ഇവരെ സമരം ചെയ്യണത് എന്തിനാ? ഇവര് സമരം ചെയ്യണത് ഇവർക്ക് ആരെങ്കിലും സമരം ചെയ്യണത് അവർക്ക് ഒരു നല്ലൊരു ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള തരത്തിലാണല്ലോ സമരം വെക്കുക. ഇവർക്ക് കിട്ടാക്കാവുന്ന ഗുണങ്ങള് ഇല്ലാതാക്കണം എന്നാണ് ഇവരുടെ ഒരു ഡിമാൻഡ്. അപ്പൊ അത് അങ്ങനത്തെ നാലാമത്തെ ഡിമാൻഡ്. അഞ്ചാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് 60 വയസ്സ് കഴിഞ്ഞ എല്ലാ കർഷകർക്കും പെൻഷൻ ആയിട്ട് 10,000 രൂപ കൊടുത്തുകൊണ്ടിരിക്കണം എന്നാണ്. ആൾറെഡി നമുക്കറിയാം മോദി സർക്കാർ ഇവിടെ എല്ലാവർക്കും 6,000 രൂപ കൊടുത്തുകൊണ്ടിരിപ്പുണ്ട് കർഷകർക്ക്. ഇതാണ് അപ്പൊ ഈ പെൻഷനായിട്ട് 10,000 രൂപ കൊടുക്കണം എന്നാണ് അവരുടെ അഞ്ചാമത്തെ ഡിമാൻഡ്. ഓക്കെ, ഞാൻ അതിനകത്ത് കൂടുതൽ പോകുന്നില്ല. അത് അവരുടെ നയപരമായ കാര്യങ്ങളും ഗവൺമെന്റ് എന്ത് നിലപാട് എടുക്കുന്നു എന്നുള്ളത്. ആറാമത്തെ കാര്യം, ഈ ക്രോപ്പ് ഇൻഷുറൻസ് എന്നും പറഞ്ഞ ഒരു ഇൻഷുറൻസ് പദ്ധതിയുണ്ട് വിളവിനൊക്കെ ഇൻഷുറൻസ് ആയിട്ട്. അപ്പൊ ആ ഇൻഷുറൻസ് നിലനിൽക്കുന്നത് ക്രോപ്സിന്റെ ബേസിസിലാണ്, വിളവ് എന്താണ് എന്നുള്ളതിന്റെ ബേസിസിലാണ്. ഇവരുടെ ഡിമാൻഡ് എന്താന്ന് വെച്ചാൽ ഈ കർഷകന്റെ ഓരോ ഭൂമിയുടെ ഓരോ ഭൂമിയിലും, അതായത് ഇൻഷുറൻസ് പെർ ഫീൽഡ് ആണ് അവരുടെ ഡിമാൻഡ്. അതായത് ഇപ്പൊ ഇൻഷുറൻസ് വിളവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് വിളവാണ് അവിടെ നടക്കുന്നത്, ഗോതമ്പാണ് അരിയാണ് എന്നുള്ള തരത്തിലുള്ളതിനനുസരിച്ച് പ്രീമിയം മാറും. പക്ഷെ അവരുടെ ഡിമാൻഡ് അങ്ങനെയല്ല. അവരുടെ ഡിമാൻഡ് നിലത്തിന് വേണം എന്നാണ് ഇൻഷുറൻസ്. അത് ആറാമത്തെ കാര്യം. അതും നയപരമായ കാര്യങ്ങളായിരിക്കാം. അതിനകത്ത് കൂടുതൽ എനിക്ക് കുറ്റവും ഗുണവും ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ നടക്കട്ടെ. ഏഴാമത്തെ ഡിമാൻഡ്, ഈ 2013 ഒരു ലാൻഡ് അക്വിസിഷൻസ് ആക്ട് നടന്നിട്ടുണ്ട്. അപ്പോ അത് പ്രകാരം അത് പ്രകാരം ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് നമ്മുടെ ദേശത്ത് നടക്കുന്നതിന് കൂടുതൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള തരത്തിലാണ് ഇതിനകത്തുള്ള ഓരോ നിയമങ്ങൾ. അപ്പൊ അതൊക്കെ ഈ അതൊക്കെ റെട്രോസ്പെക്റ്റീവ് ആയിട്ട് ചേഞ്ചസ് വേണം എന്നുള്ളതായിട്ടില്ല. അങ്ങനെയാണ് ഏഴാമത്തേത്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിവില്ലാത്ത കാരണം എനിക്ക് അതിന് കമന്റ് അതിനെക്കുറിച്ച് പറയാൻ അറിഞ്ഞൂടാ ഇപ്പോൾ. പിന്നെ MGNREGA സ്കീം പ്രകാരം ഈ കർഷകർക്ക് കുറച്ച് ഫണ്ട് അനുവദിക്കപ്പെടുന്നുണ്ട്. അപ്പോ അത് അവർക്ക് വകം മാറ്റി ഈ കർഷകർക്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ള തരത്തിലാണ് എട്ടാമത്തെ ഡിമാൻഡ് ഇവരുടെ. അപ്പൊ ഇതൊന്നും ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഗവൺമെന്റിന് നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് ആ ചർച്ച ഫെയിലായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോ അവരുടെ സമരം ഇനി ജാഗോറും ലാൻഡ് റോവറിലും ഒക്കെ ആയിട്ട് തുടരും എന്നാണ് തോന്നുന്നത്. അതിൽ കൂടുതൽ മെർസിഡസ് ബെൻസുകളും ഓഡിയും എല്ലാം അതിൽ ചേർന്നേക്കും. അപ്പൊ അതിൽ ഇരുന്നു കൊണ്ട് അവര് 100 രൂപ സബ്സിഡി ചോദിച്ചുകൊണ്ട് അവരുടെ സമരം തുടരട്ടെ എന്നാണ് ഗവൺമെന്റ് വിചാരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അതാണ് കർഷക സമരത്തിന്റെ മഹാമായങ്ങൾ ഇവിടെ. അപ്പൊ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. കഴിഞ്ഞ പ്രാവശ്യം കർഷക സമരം നടത്തിയ ടിക്കായത്തിനെ പോലുള്ള ആൾക്കാർ ഇപ്പൊ അതിനകത്ത് കാണാനില്ല. ഇപ്പൊ പുതിയൊരു സെറ്റപ്പ് ആൾക്കാരാണ് ഇത് വന്നേക്കുന്നതാണ് വാർത്തകൾ കാണുന്നത്. പക്ഷെ ഇവര് വെച്ചിരിക്കുന്ന ഡിമാൻഡുകളിൽ പലതും കഴിഞ്ഞ പ്രാവശ്യമേ ചർച്ച ചെയ്ത് അതിനൊരു സമവായവും കാര്യങ്ങളും ഒക്കെ എത്തിച്ചിരുന്നതാണ് അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയും കൂടി പറയുന്നുണ്ട്. അന്ന് ഇവര് ഒന്നും അംഗീകരിക്കാതെ പോയിട്ടുണ്ട്. ഇതിനകത്തില് ഈ MGNREGA സംഭവമൊക്കെ കൃത്യമായിട്ട് അന്ന് പറഞ്ഞായിരുന്നു. തൊഴിലുറപ്പ് ദിനങ്ങൾ 200 ആക്കുക എന്നതാണായിരുന്നു അവരുടെ ഡിമാൻഡ്. അതുപോലെ തന്നെ കൂലി 700 ആക്കി മാറ്റണം തൊഴിലുറപ്പിനകത്തില്.
ഇപ്പം 392 എങ്ങാണ്ടാണ്. അത് 700 ആക്കി മാറ്റണമെന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. അതുപോലെ തന്നെ ഈ പെൻഷന്റെ കാര്യം പറഞ്ഞപ്പോഴും ഗവൺമെന്റ് കൃത്യമായി പറയുന്നുണ്ടായിരുന്നു, ഒറ്റ ഗഡുവായിട്ട് തുടങ്ങിയ കിസാൻ എന്ന് പറയുന്ന പദ്ധതി ഇനിയിപ്പം ഇത്രയാക്കി മാറ്റിയിരിക്കുന്നില്ലേ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കിസാൻ പദ്ധതി എല്ലാ മാസത്തിലേക്കും ആക്കി മാറ്റുക എന്നുള്ളതായിരുന്നു എന്ന് അന്ന് ഒരു ഉറപ്പ് കൊടുത്തതായിട്ട് പറയാൻ സാധിക്കും. അതുപോലെ പല കാര്യങ്ങളിലും അന്ന് ഇവരാദ്യം ഘട്ടങ്ങളിൽ ചെയ്ത ഇതില് സമരത്തിൽ കുറച്ച് സമുദായങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ചില ഇതുമായിട്ടാണ് അവര് വരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു സംഗതി തന്നെയാണ് ഈ കർഷക സമരം എന്ന് പറയുന്ന ഒരു കാര്യം. 6 മാസത്തേക്ക് ഡീസലും 6 മാസത്തേക്ക് ഫുഡും ഒക്കെ കൂടി സ്വരൂപിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റിൽ കണ്ടതാണ്. മഴു വരെ എടുത്തോണ്ട് കർഷക സമരത്തില് പങ്കെടുക്കുന്ന ഒരു രീതി. അതിന്റെയൊക്കെ ഫോട്ടോസ് നമുക്ക് കൃത്യമായിട്ട് അന്നൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവര് കൃത്യമായിട്ട് മഴുവും അതുപോലെ ആയുധങ്ങളും ഒക്കെ ആയിട്ട്, വാളും കത്തി ഒക്കെ ആയിട്ട് ഇവര് അന്ന് ആ ഒരു കർഷക സമരം എന്ന് പറയുന്ന ഇതിലേക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. ശരിക്കും ഇത് ഗവൺമെന്റിനോടൊരു ഇപ്പോഴത്തെ ഈ ഒരു ഇലക്ഷൻ ഒക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഇലക്ഷൻ സ്റ്റണ്ടും ഒക്കെ ആയിട്ട് നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റ് എന്താ പറയുന്നത്, കോൺഗ്രസിന്റെ ഒരു സപ്പോർട്ടോടുകൂടി നടക്കുന്ന ഒരു കലാപരിപാടി എന്നതിൽ കൂടുതലായിട്ടൊന്നും ഇതിനെ പറയാൻ തോന്നുന്ന പോലും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും ഈ ഇന്നിപ്പം നമ്മൾ കാണുന്നുണ്ട്, കോൺഗ്രസ് ശരിക്കും പറഞ്ഞ ഒരു കൾട്ടായിട്ട് മാറി. ഈ 60 വർഷക്കാലം നമ്മുടെ ഈ രാജ്യം 65 കൊല്ലം ഭരിച്ചിട്ട് ഇവര് ഇന്നിപ്പം ഏതൊരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തടുത്തും ബീഹാറിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് മത്സരിക്കാനായിട്ട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സീറ്റ് 3ആണ്. ബംഗാളിൽ ആകെ 2-ൽ മാത്രമാണ് മത്സരിക്കാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. തമിഴ്നാട്ടുകാർ പറയുന്നത് അവര് 4 സീറ്റ് കൊടുക്കാമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്നും വെറും 2 സീറ്റില് കോൺഗ്രസ് മത്സരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥ. ശരിക്കും ഈ പാർട്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കൂടി സാധിക്കും. കുറച്ചൊക്കെ ഒരു ട്രോള് കണ്ട മാതിരി അതിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആൾക്കാർക്ക് വിവരവും വിദ്യാഭ്യാസവും വെച്ചു തുടങ്ങിയപ്പോൾ കൃത്യമായി കോൺഗ്രസിനാണ് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. കാരണം ആൾക്കാർ വായിച്ച് കണ്ട് അറിഞ്ഞ് കണ്ട് പഠിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് രാഷ്ട്രീയത്തിൽ തന്നെ നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നതും കൂടി കാണാൻ സാധിക്കും. ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നു ഇവരെന്തൊക്കെയാണ് പണ്ട് കാലഘട്ടങ്ങളിൽ നമുക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇന്നിപ്പം രാഹുല് വയനാട്ടിൽ നിന്ന് മത്സരിച്ചു പോയി, കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടെ മത്സരിച്ച്. ഇപ്പം അമ്മ കൃത്യമായിട്ട് അമ്മയ്ക്കറിയാം ഇനി എവിടെ നിന്നാലും ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ രാജസ്ഥാനിൽ നിന്നാണെന്ന് തോന്നുന്നു രാജ്യസഭയിലേക്ക് നോമിനേഷൻ കൊടുക്കാൻ ഒരുങ്ങുന്നു. പിങ്കി മോള് കൃത്യമായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷെ ആകാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നു ചേട്ടനെ കൂട്ട് തന്നെ, ആങ്ങളെ കൂട്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു സീറ്റ് കേരളത്തിൽ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും തോന്നുന്നത്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ തീവ്രവാദവും സംഗതിയും ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരോടൊപ്പം കൂടി നിന്ന് നമ്മൾ കണ്ടതാണ്. ഈ ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അവിടുത്തെ ജനങ്ങളെ ഏത് തരത്തിലാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് കണ്ട ഒരിതാണ്. അവരെ കൃത്യമായി നമ്മുടെ